ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന ബ്രില്യൻറ്റിന് നന്ദി പറയുന്നു. പിന്നെ ഞാനിപ്പോൾ സംസാരിക്കുന്നതിനാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ ഇങ്ങനെ ഒരു ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുന്നതിൽ അത്ര പ്രൊഫഷണൽ അല്ല. എന്നാലും ഞാൻ എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്യും. ഇതൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആവുന്നതാണ് എനിക്ക് അതുകൊണ്ട് കൂടുതൽ താല്പര്യം. ഞാൻ നിങ്ങളോട് അതായത് ഒരു സ്പീച്ച് നടത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന രീതിയിൽ ഇത് പോകാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാരണം സ്പീച്ചിൽ ഞാൻ അത്ര നല്ലതല്ല ഞാൻ പറഞ്ഞത് തന്നെ. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്ത് തന്നെയാണേലും അക്കാഡമിക് ആണെങ്കിലും ഇപ്പൊ ലൈഫിന്റെ ഇപ്പൊ ഞാൻ പഠിച്ചു പോകുന്ന രീതിയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ അറിയും. ലൈക്ക് ഇപ്പൊ 12th കഴിഞ്ഞു, നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് എടുത്തതിൽ ഏറ്റവും ഇൻഎക്സ്പീരിയൻസ് ഞാനായിരിക്കും. എന്നാലും ഇപ്പൊ ഞാൻ IT കാൺപൂരിൽ CSE ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. സോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾ എന്ത് തന്നെ ചോദിച്ചാലും ഏറ്റവും നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് തന്നെ നടക്കട്ടെ. അപ്പം എന്നെ കുറിച്ച് തന്നെ ഞാൻ കുറച്ച് സംസാരിക്കാം. ലൈക്ക് ഞാനിവിടെ നിങ്ങളെ പോലെ തന്നെ ഫൗണ്ടേഷൻ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. 7ാം ക്ലാസ് തൊട്ട് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. പിന്നെ മാനസ് പറഞ്ഞ പോലെ NDSC അതുപോലത്തെ ഒളിമ്പിയാഡ്സ് അതിനൊക്കെ എനിക്ക് അത് അറ്റൻഡ് ചെയ്യാനും അതിന് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും സാധിച്ചു. അതൊക്കെ ഞാൻ ഫൗണ്ടേഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് ഒരു കാര്യം ഒരു ഇൻഡിവിജ്വലിന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം ഹ്യൂമൻ സോഷ്യൽ ആനിമൽസ് ആണ്. സോ സപ്പോർട്ട് ചുറ്റും ഒന്ന് നമുക്ക് കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പം എനിക്ക് അതിനെല്ലാം പെർഫോം ചെയ്യാൻ സാധിച്ചു ഫൗണ്ടേഷനൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ്. സോ ഞാൻ ഫൗണ്ടേഷൻ അറ്റൻഡ് ചെയ്തായിരുന്നു ബ്രില്യൻറ്റിൽ. അതേപോലെ ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ ഡാഡി ഇവിടെയാണ് പഠിപ്പിക്കുന്നത്. സോ ബേസിക്കലി അത് ബ്രില്യൻറ്റിലേക്ക് വരാൻ്റെ കാരണമാണ്. എന്നാലും കേരളത്തിൽ ഇപ്പം നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അതറിയാം. കേരളത്തിൽ എൻട്രൻസിനാണെങ്കിലും ഇപ്പം എഡ്യൂക്കേഷണലി അക്കാഡമിക് ആയിട്ട് നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ കോച്ചിങ് നൽകുന്ന ഒരു സ്ഥാപനമാണ് ബ്രില്യൻ. സോ ഞാൻ 10 കഴിഞ്ഞ് 11 12 എനിക്ക് IIT എന്നൊരു ഡ്രീം ഉണ്ടായിരുന്നു. അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ അറിയില്ല, ബട്ട് സ്റ്റിൽ താല്പര്യം ഉണ്ടായിരുന്നു. സോ അതിനുവേണ്ടി ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ചേർന്നു. അതിനുശേഷം ബൈ ഗോഡ്സ് ഗ്രേസ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ IIT കാൺപൂരിൽ CSE പഠിക്കുകയാണ്. അപ്പം ഓക്കെ, ഞാൻ IIT-നെ പറ്റിയും JEE-നെ പറ്റിയും സംസാരിക്കാനാണ് എനിക്ക് ഇന്ന് സമയം തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ സംസാരിക്കാൻ ഞാൻ ശ്രമിക്കും. ഇപ്പൊ നിങ്ങൾക്ക് അത് തോന്നില്ലെങ്കിൽ എന്നോട് പറയുക. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് അതിനനുസരിച്ചല്ല ഞാൻ സംസാരിക്കുന്നതെങ്കിൽ എന്താണ് അറിയേണ്ടത് അതിനെപ്പറ്റി എന്നോട് ചോദിക്കുക. അപ്പം അതിനെപ്പറ്റി എനിക്ക് അറിയാവുന്നത് ഞാൻ പറയുന്നതാണ്. ഓക്കെ, അപ്പം ജയിക്ക് എന്ന് പറയുമ്പം ബേസിക്കലി കൂടുതലും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് ഇപ്പൊ ഞാനിപ്പം ഈയിടെ ലൈസൻസ് എടുത്ത അപ്പോൾ ഞാൻ ലൈസൻസ് എടുത്തപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന ആളൊക്കെ എന്നെ എളുപ്പത്തിൽ ഈ വണ്ടിയൊക്കെ ഓടിക്കുന്നതൊക്കെ എനിക്ക് തോന്നിട്ടു. അത് ബേസിക്കലി മസിൽ മെമ്മറിയാണ്. അതായത് കൂടുതൽ പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തൊരു കാര്യം പിന്നെ ഒരു പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ചെയ്യുന്നതിലൊരു പ്രയാസവും തോന്നത്തില്ല. അതുപോലെ തന്നെയാണ് ഏത് എക്സാം ആണെങ്കിലും കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ എക്സാമിന്റെ സമയത്ത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അറ്റംപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. സോ ബേസിക്കലി ചെയ്യുന്നല്ല ഏത് എക്സാം ആണെങ്കിലും പ്രാക്ടീസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരു ടു ആൻ എക്സ്റ്റെൻറ്റ് കാര്യവും അതിനകത്ത് മാറ്റർ ചെയ്യും. പക്ഷേ ബേസിക്കലി നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് അതിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടും കഴിവുള്ളതുകൊണ്ടുമാണ്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴേലും ഇപ്പം അതല്ല നമ്മുടെ കാര്യം തോന്നുന്നുണ്ടെങ്കിൽ ബേസിക്കലി എല്ലാവരും ടാലൻ്റ് ആണ്. ഓൾ ഓഫ് us ആർ യുണീക്. സോ ഏതാണ് എന്ന് കണ്ടുപിടിച്ച് അതിലേക്ക് നീങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും JEE അല്ലെങ്കിൽ NEET അത് നോക്കി ഉന്നമിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. സോ അതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ഒരു നിങ്ങളെ പറ്റി ആ ഒരു ഐഡിയ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ഇപ്പൊ JEE അല്ലെ NEET അത് മാത്രമാണ് ലൈഫ് എന്നല്ല. എഞ്ചിനീയറിംഗ് അല്ലേ ഡോക്ടർ അതൊന്നും അങ്ങനെയല്ല. ബട്ട് ഇപ്പൊ ഓഡിയൻസ് ഞാൻ അഡ്രസ് ചെയ്യുന്നത് ആ ഒരു ഐഡിയയിലായതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഓക്കെ, ബേസിക്കലി പ്രാക്ടീസ് ആണ് JEE-ക്കൊക്കെ വരുന്നത്. ചില സ്റ്റുഡൻസിന് പേരൻസിനുള്ള കൺസേൺ ആണ് ഇപ്പോൾ നമ്മൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്കൂൾ ലെവലിൽ പഠിത്തം ഡിസ്റ്റർബ്ഡ് ആകുമോ ഇല്ലയോ. പക്ഷേ നിങ്ങൾക്ക് അത് ഉണ്ടാകില്ലായിരിക്കാം. കാരണം നിങ്ങൾ ഫൗണ്ടേഷൻ തൊട്ട് ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ അറിവുള്ളവരാണ്. എന്നാലും ബേസിക്കലി ഞാൻ തുടങ്ങി വരുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടെ പറയുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ പഠിച്ചത് ബ്രില്യൻറ്റിൻ്റെ പ്രോഗ്രാമാണ്, ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സ് ആയിരുന്നു. സോ ബ്രില്യൻറ്റിൻ്റെ ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സ് ആയതുകൊണ്ട് അവരെനിക്ക് ഓൾറെഡി ആവശ്യമായ രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള സമയം തന്നു. ലൈക്ക് സ്കൂളിൽ നിന്നുള്ള ഒരു അവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് അവരെന്നെ ഒരു സിറ്റുവേഷനിലേക്ക് അവരെ ആക്കിയില്ല. സോ അത് ഹെൽപ്ഫുൾ ആയിരുന്നു. അതൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ മറ്റു ചില ഗുണങ്ങൾ. പിന്നെ സ്കൂൾ വൈസ് ബോർഡ് എക്സാംസ് ഡിഫറെൻ്റ് ആണ്, ലൈക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണ്. പക്ഷേ ബേസിക്കലി നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് സെയിം ആണ്. സോ അങ്ങനെ ഒരു ടെൻഷൻ്റെ ഒരു ആവശ്യമില്ല. അതായത് നമ്മളിപ്പം ഒരു കാര്യം മനസ്സിലാക്കിയാൽ അത് പുറത്തോട്ട്, അതായത് ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും എന്നോട് പറഞ്ഞു, അത് വേറൊരാളോട് ഞാൻ എക്സ്പ്രസ് ചെയ്യും. ആ എക്സ്പ്രസ് ചെയ്യുന്ന രീതി വേറെ ടൈപ്പാണ്.
അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഡിഫറൻസ് എക്സാംസിൽ വരുന്നുള്ളൂ. ഇപ്പം ബോർഡാണെങ്കിലും ജെയ് ആണെങ്കിലും. സോ അങ്ങനെ ഒരു ടെൻഷൻ്റെ ഒരു ആവശ്യമില്ല. ജെയ് മെയിൻസ് ആണെങ്കിൽ ബേസിക്കലി കമ്പാരിറ്റീവ്ലി ജെയ് അഡ്വാൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ എക്സാംസും തന്നെ ഈസിയാന്ന് പറയാം. കാരണം ജെയ് അഡ്വാൻസ് അത്ര ടഫാണ്, എന്നാലും ഡൂവബിൾ ആണ് ഒബ്വിയസ്ലി. സോ ജെയ് മെയിൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഇച്ചിരിയും കൂടെ ഈസിയർ എന്നല്ല, കൂടുതൽ പ്രാക്ടീസിലാണ് ബേസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു കൂടുതൽ രീതിയിൽ നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ, അതായത് പുതിയതായ ഒരു സിറ്റുവേഷൻ വന്നാൽ അനലൈസ് ചെയ്ത് അതിൽ ഡിസിഷൻ എടുക്കാൻ, അല്ലെങ്കിൽ അതിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എങ്കിൽ പോലും, നിങ്ങൾക്ക് അല്ലാതെ സാധിക്കും, എന്നാലും ഇല്ലെങ്കിൽ പോലും ജെയ് മെയിൻസിൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ബേസിക്കലി നിങ്ങൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ള അറിവ് തന്നെ ധാരാളമാണ് ജെയ് മെയിൻസ് ക്രാക്ക് ചെയ്യുന്നത്. കാരണം അവർ ക്ലിയർലി പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നു. ലൈക്ക് 90 മിനിറ്റ് 75 ക്വസ്റ്റ്യൻസ്. സോ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കണം അവർക്ക് കിട്ടുന്നതെന്ന് അവർക്ക് തന്നെ ഒരു ഇത് കൂട്ടുണ്ട്, ഒരു തോട്ടുണ്ട്. കാരണം അല്ലാതെ 90 മിനിറ്റ് 75 ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്, പുതിയ 25 ക്വസ്റ്റ്യൻസ് കാണാം. ഇപ്പോൾ ജെയ് അഡ്വാൻസ് അതുപോലെയല്ല, 54 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, 150 മിനിറ്റ് ഉണ്ട്. സോ ഒബിയസ്ലി അത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ചെയ്യണം, ചിന്തിച്ച് ചെയ്യണം. അതിനാ സമയം തരുന്ന അതിനത്രയും കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ അപ്പോൾ ജെയ് മെയിൻസ് എന്ന് പറയുമ്പോൾ കൂടുതൽ പ്രാക്ടീസ് ആണെങ്കിൽ, ജെയ് അഡ്വാൻസ് എന്ന് പറയുമ്പോൾ പുതിയ സിറ്റുവേഷൻസ് വരുന്നത് അനലൈസ് ചെയ്ത് അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അത് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്സ് അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക. ഇപ്പോൾ റിസൾട്ട്സും ഇപ്പം ഒബ്ജക്റ്റീവ് MCQs ആകുമ്പോഴും നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അല്ല, നമുക്ക് നമ്മുടെ വേർഡ്സ് വെച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ആവശ്യപ്പെടുന്ന എങ്ങനെയാണോ ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ അതും കൂടെ പഠിക്കണം. പിന്നെ അപ്പോൾ ജെയ് മെയിൻ ഞാൻ പറഞ്ഞു പ്രാക്ടീസാണ്. പിന്നെ ജെയ് അഡ്വാൻസ് എന്ന് പറയുമ്പോൾ അനലൈസ് ചെയ്ത് ആൻസർ ചെയ്യണം. സോ ഇതാണ് ബേസിക്കലി ആ 2 പരീക്ഷയുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ IIT ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ, ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം കുറേ പേര് IIT കയറുന്നുണ്ടെങ്കിൽ ലൈക്ക് അതായത് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം അക്കാഡമിക്കലി. ഇപ്പം നിങ്ങൾ അത് കഴിഞ്ഞും അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നൊക്കെ. പക്ഷെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ ജെയ്ക്ക് പ്രിപ്പയർ ചെയ്തതിൻ്റെ ഒരു പാതി പോലും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് IIT തോന്നിയിട്ടില്ല. പാതി അതിന് താഴെ ഉള്ളൂ. ലൈക്ക് ഓബിയസ്ലി ജോലി ചെയ്യണം, ജോലി ചെയ്യാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. സോ ഉണ്ട്, വർക്ക് ചെയ്യണം, ബട്ട് ഡൂവബിൾ ആണ്. ലൈക്ക് നമുക്ക് മാനേജ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളെ IITസിലുള്ളൂ. ലൈക്ക് അക്കാഡമിക് ആയിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല, ഉണ്ട്. ബട്ട് അത് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് അത് വളരെ എളുപ്പമായിട്ട് രീതിയിൽ കവർ ചെയ്യാനുള്ളത് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ജെയ് അഡ്വാൻസ് എത്താൻ ടഫായിട്ട് നടത്തുന്നത്. പിന്നെ IITസിൽ ഇപ്പം നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പം മിസ് പറഞ്ഞ പോലെ കളിക്കേണ്ട പ്രായമാണ്. പക്ഷെ ഇപ്പം നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ അറിയാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള എക്സ്ട്രാ ആയിട്ട് ചെയ്യാനുള്ള സമയം കുറച്ച് കുറയുന്നുണ്ടെന്ന് തോന്നാം. പക്ഷേ അതിലൊന്നും നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പം നിങ്ങൾക്ക് അത് ചെയ്യാൻ കിട്ടുന്ന അവസരം എന്തൊക്കെയാണോ അതിൽ എക്സ്ട്രീം നല്ല അതിലും വളരെ നല്ല രീതിയിലുള്ള സിറ്റുവേഷനിൽ അത് ചെയ്യാനും നിങ്ങൾക്ക് അതിലൊരു പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കോളേജസ് പ്രൊവൈഡ് ചെയ്യും. സോ ഇപ്പോൾ ഒരു കുറച്ച് നാൾ അതൊന്ന് കുറച്ച് മാറി നിന്നാലും അത് തെറ്റുണ്ടെന്ന് ഞാൻ പറയത്തില്ല. ബട്ട് എന്നാലും ഇപ്പം നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ അത് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒബിയസ്ലി ഏറ്റവും നല്ലത് കൂടെ കൊണ്ടുപോകുക. കാരണം എപ്പോഴും എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ളത് വളരെ നല്ലതാണ്. നമ്മളെ തന്നെ എക്സ്പ്രസ് എന്നല്ല, നമ്മുടെ തന്നെ ഡെഫിനിഷൻ്റെ പാർട്ടാണ്, നമ്മുടെ സെൽഫിൻ്റെ പാർട്ടാണ്. സോ അത് കൊണ്ടുവന്ന് വളരെ നല്ലതാണ്. പിന്നെ സമയത്തിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇച്ചിരി കൂടുതൽ പഠിക്കാൻ കൊടുത്തെന്ന് വെച്ച് തെറ്റില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ അത് കോളേജിൽ ചെന്ന് കഴിയുമ്പോൾ അതിനനുസരിച്ച് അവസരം കിട്ടും, സമയവും കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമായിരിക്കും. കാരണം അത് ഇപ്പം ജെയ്ക്കല്ലേ ഇതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ 11ലും 12ലും കയറി കഴിയുമ്പോൾ ബ്രില്യൻറ്റിൻ്റെ കൂടെ ആണെങ്കിൽ നല്ല ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും. അപ്പം അത് കഴിഞ്ഞ് കോളേജിൽ കയറി കഴിയുമ്പം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നത്തോളം നല്ല എമൗണ്ട് ഓഫ് ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്നായിരിക്കും നിങ്ങളുടെ കൺസേൺ. അല്ലാതെ ഇത്ര സമയമുണ്ട് അല്ലെ സമയം ഇല്ല അങ്ങനെ ഒരു പ്രശ്നം കാണത്തില്ല. എല്ലാം ചെയ്യാൻ ആവശ്യത്തിലധികം സമയം ഉണ്ടാവും. സോ ഇൻട്രസ്റ്റ് എല്ലാം കീപ്പ് ചെയ്യുക. പിന്നെ സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഈ സമയത്ത് ചെയ്യേണ്ടത് ഈ സമയത്ത് ചെയ്യുക. സോ അത്രേ ഉള്ളൂ. പിന്നെ കോളേജിലാണെങ്കിൽ ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പഠിത്തം മാത്രമല്ല, അക്കാഡമിക് മാത്രമല്ല, ഒട്ടുമല്ല, ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ് അവർ എയിം ചെയ്യുന്നത്. IITs ആണെങ്കിലും മറ്റ് നല്ല കോളേജസ് എല്ലാം തന്നെ. പിന്നെ നമ്മളിപ്പം ഈ എൻട്രൻസിന് പഠിക്കുന്നതിന് ബേസിക്കലി ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഗുണമായിട്ട് ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ അധ്വാനിക്കുക എന്നൊരു ഗുണമാണ്. ലൈക്ക് നമ്മൾ ഇതിനു മുമ്പൊന്നും ഇത്രയും രീതിയിൽ ഇൻറ്റൻസീവായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് ശീലമില്ല. പക്ഷേ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തപ്പോഴാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്
വർക്ക് ചെയ്യുക എന്നൊരു ശീലം അല്ലെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു പോസിബിലിറ്റി ഓപ്പൺ ആയി നമുക്ക് കിട്ടിയത്. കാരണം ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ വർക്ക് ചെയ്യണം. ഇതിന് ശേഷം കോളേജിന് മുമ്പാണെങ്കിലും കോളേജിലാണെങ്കിലും കോളേജിന് ശേഷമാണെങ്കിലും ജീവിതത്തിൽ വിജയം ഉണ്ടാവണമെങ്കിൽ വർക്ക് ചെയ്യണം. ടാലൻറ്റ് ആവശ്യമാണ്, പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വർക്കാണ് വരുന്നത്. കാരണം ബേസിക്കലി എല്ലാ മനുഷ്യർക്കും ഒരു സെയിം ലെവൽ ഓഫ് ഐക്യവും സംഭവങ്ങളുമാണ്. സോ അത് കഴിഞ്ഞ് വർക്ക് ചെയ്യുന്നതാണ് അതിനനുസരിച്ച് ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നത്. പിന്നെ നമുക്ക് കോമ്പറ്റേറ്റീവ് ആകുമ്പോൾ സെയിം ലെവൽ, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നതിനെ തന്നെ അളക്കാനാണ് അവർ നോക്കുക. അതായത് ഇപ്പോൾ വളരെ ടാലന്റഡ് ആണെങ്കിലും ഒരു നല്ല രീതിയിൽ ടാലന്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിന് പുതിയൊരു ക്വസ്റ്റ്യൻ കൊടുത്തു, അവനത് ചെയ്യാൻ 3 മിനിറ്റ് വേണം. പക്ഷെ അല്ലാത്ത ഒരു സാധാ കുട്ടിക്ക് കൊടുത്താൽ അത് 10 മിനിറ്റ് എടുത്താലും തീരത്തില്ല. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ അത് 1 മിനിറ്റ് താഴെ തീർക്കാൻ സാധിക്കുമായിരിക്കും. എക്സാമിന് ഡിമാൻഡ് ചെയ്യുക 1 മിനിറ്റിന് താഴെയുള്ളത്. അപ്പോൾ എക്സാം ഡിഫറൻഷിയേറ്റ് ചെയ്യുക നിങ്ങൾ ടാലന്റഡ് ആണോ അല്ലയോ എന്നല്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. നിങ്ങൾ വർക്ക് ചെയ്ത കാര്യങ്ങളെ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചോ, നിങ്ങൾക്ക് നിങ്ങൾ തരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും, അതാണ് അവർ അനലൈസ് ചെയ്യുക. അപ്പോൾ ആ 3 മിനിറ്റ്സും 10 മിനിറ്റ്സും തമ്മിലാണ് അവർ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കിയിരുന്നതെങ്കിൽ ആ എക്സാം ടൈമിങ് അങ്ങനെയാണ് വെക്കുക. അതാണ് ഞാൻ പറഞ്ഞ അഡ്വാൻസ് ഇച്ചിരിയും കൂടെ അങ്ങോട്ട് ടൈം കൂടുതൽ ഓരോ ക്വസ്റ്റിന് തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഇച്ചിരിയും കൂടെ നോക്കുന്നുണ്ട്, അതായത് ടാലന്റ് വൈസ് നോക്കുന്നുണ്ട്. എന്നാലും വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കവർ ചെയ്യാൻ പറ്റും. എന്നാൽ ഇച്ചിരിയും കൂടെ ആ ഒരു, അതായത് ഒരു സ്പെക്ട്രം പോലെ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡയറക്ഷനിലേക്ക് ഇച്ചിരിയും കൂടെ നീങ്ങി നിൽക്കുന്ന അഡ്വാൻസ്. നല്ല രീതിയിൽ മെയിൻസ് എന്ന് പറയുന്നത് വർക്കിന്റെ സൈഡിലേക്ക് നീങ്ങി നിൽക്കുന്നത്. ബട്ട് ബേസിക്കലി അത് എന്താ പറയുക, അത് ഇതിപ്പോ വർക്ക് ഇത് ടാലന്റ് ആണെങ്കിൽ എല്ലാ 2 എക്സാമും ടാലന്റ് വർക്കിന്റെ അടുത്തോട്ട് തന്നെയാണ് കൂടുതൽ നീങ്ങി നിൽക്കുന്നത്. പക്ഷേ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഈ സൈഡിലോട്ട് കൂടെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ചെയ്യുക, എല്ലാവരും വർക്ക് ചെയ്താലാണ് റിസൾട്ട് കിട്ടുക. അപ്പം പിന്നെ സമയം ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. കോളേജ് എന്നിട്ട് ജീവിതം എന്ന് പറയുന്നത് 2 വർഷമല്ല, അത് കഴിഞ്ഞ് വളരെയധികം ഉണ്ട്. സോ അതിന് വേണ്ടിയുള്ളൊരു സമയം, പിന്നെ വർക്ക് ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുക. കാരണം ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും അല്ലെങ്കിലും ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും അവസരം അനുസരിച്ചാണ്, അത് പറയാൻ പറ്റത്തില്ല. സോ ചെയ്യുന്ന കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെ സന്തോഷമുള്ളൊരു ജീവിതം നയിക്കാൻ സാധിക്കും. കാരണം നമ്മൾ വർക്ക് ചെയ്യുക എന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ചെയ്യുന്നത് സന്തോഷം എന്ന് വെച്ചാൽ ജീവിക്കാൻ സന്തോഷം. സോ ജീവിതം സന്തോഷവും നീങ്ങാൻ വർക്ക് ചെയ്യുന്നത് ഇഷ്ടപ്പെടുക, അത്രേ ഉള്ളൂ. പിന്നെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പം ഇച്ചിരി സമയം കിട്ടിയില്ലെങ്കിലും പേടിക്കേണ്ട, വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ആവശ്യത്തിലധികം സമയമുണ്ട്, ചെയ്യാൻ സാധിക്കും. പിന്നെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ കുറച്ച് സമയം അതിന് ഉപയോഗിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂർ ഇന്ന് പഠിക്കണമെന്ന് ആരോടും പറയത്തില്ല. 7-8 മണിക്കൂറിൽ ഉറങ്ങാം ഷുവർലി. പിന്നെ അത് കഴിഞ്ഞും പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിനോട് എത്രമാത്രം ആത്മാർത്ഥതയുണ്ടോ അതിനനുസരിച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ഒരു താല്പര്യം കാണിച്ചാൽ മതി. അപ്പോൾ എല്ലാം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് താല്പര്യം ഒട്ടും മാറ്റിവെക്കാൻ പറ്റത്തില്ല എന്നുള്ളവർക്ക് ആണെങ്കിൽ പോലും. സോ ബേസിക്കലി അത്രേ ഉള്ളൂ. ടൈം മാനേജ്മെന്റ് വർക്ക് ചെയ്യുക. പിന്നെ വർക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു ഫുട്ബോൾ കളിക്കാൻ ഒരാൾ പോകുന്നു, ക്രിക്കറ്റ് കളിക്കാൻ ഒരാൾ പോകുന്നു, രണ്ടിലും സെയിം രീതിയിലല്ല വർക്ക് ചെയ്യുന്നത്. ട്രെയിനിങ് ഡിഫറെൻ്റ് ആണ്. സോ എന്തിനാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഇപ്പോൾ ജയിക്കുകയാണെങ്കിൽ ജയിക്ക്, നീറ്റാണെങ്കിൽ നീറ്റിന്, അതിന് പ്രിപ്പയർ ചെയ്യേണ്ട രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള നടത്തിയ പരീക്ഷകൾ അനലൈസ് ചെയ്യുക. ആ ഒരു പാറ്റേൺ അനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് ലീഡ് ചെയ്യുക. ഇപ്പോൾ ബ്രില്യൻ്റ് ഇവിടെ തരുന്ന പോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രിപ്പറേഷൻസ് ലീഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ ഇപ്പം ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ഹലോ, പേരനായിരുന്നു? എന്റെ പേര് ഇർഫാൻ. ഓക്കെ. ഈ CSE എടുക്കാനുള്ള കാരണം എന്തായിരുന്നു? ഓക്കെ, CSE എടുക്കാനുള്ള കാരണം, ഓക്കെ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ ബേസിക്കലി നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ അതാ നിങ്ങളുടെ ഇൻട്രസ്റ്റിന് സ്ട്രെസ് ചെയ്തത്. ഇപ്പം നമ്മൾ ഈ ജെയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പം ഈ എഞ്ചിനീയറിംഗിൽ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് തന്നെ നമുക്ക് ടോട്ടലി ന്യൂ ആണ്. പക്ഷെ എഞ്ചിനീയറിംഗ് ഒരു ഉള്ളിലുള്ളൊരു ഫീലിംഗ് ആണ്, ലൈക്ക് അതെടുക്കണം, അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് എടുത്തത്. സംഭവങ്ങളെല്ലാം ന്യൂ ആയിരുന്നു. അപ്പം പിന്നെ ബേസിക്കലി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നോക്കിയത് റാങ്ക് വൈസ് ഉള്ള ആൾക്കാർ എടുക്കുന്ന ബ്രാഞ്ചസ് എടുക്കുന്നതിൻ്റെ രീതിയാണ് നോക്കിയത്. പിന്നെ സെക്കൻഡ്ലി എനിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നതിലും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും, വർക്ക് ചെയ്യുന്നതിൽ ഓബിയസ്ലി അവരുടെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. അപ്പം CSE ചെയ്യുന്നതിൽ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ്, ഞാൻ 12th കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്. അത് ചെയ്യുന്നതിൽ ആ ഹാർഡ് വർക്കിൽ അത്ര ഹാർഡായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് അതെടുത്തു, അത്രേ ഉള്ളൂ. CSE എങ്ങനെയുണ്ട്? ഇപ്പോൾ ഞാനിപ്പോൾ കോളേജ് എക്സ്പീരിയൻസ് വെച്ച് പറയാനാണെങ്കിൽ അതിന് എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ടില്ല. കാരണം ഫസ്റ്റ് ഇയർ എല്ലാവർക്കും കോമൺ ആണ്. ലൈക്ക് പിന്നെ എനിക്ക് ഫസ്റ്റ് ഇയറിൽ കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് വരുന്ന കോഴ്സസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല. ലൈക്ക് അടുത്ത സെമ്മിലായിരിക്കും. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് വെച്ച് അത്ര എളുപ്പമൊന്നുമല്ല. ലൈക്ക് പകുതിയായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പകുതി ആൾക്കാർക്ക്
സി എസിൻ്റെ ഭാഗത്തു നിന്നുള്ള ടോപ്പിക്സും പകുതി ആൾക്കാർക്ക് സിവിലിൻ്റെ ഭാഗത്തു നിന്നുള്ള ടോപ്പിക്സും കൊടുത്തത്. അപ്പോൾ എനിക്ക് സിവിലിൻ്റെ ഭാഗത്തു നിന്നുള്ള ടോപ്പിക്സാണ് ഈ ഹാഫ് കിട്ടി. അപ്പോൾ അടുത്ത സെമ്മിൽ എനിക്ക് സി എസിൽ കിട്ടും, മറ്റവർക്ക് സിവിലിൽ വരും. അപ്പം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതെന്ന് വെച്ച് അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ല, എല്ലാ ബ്രാഞ്ചും തന്നെ വർക്ക് ചെയ്യണം. പിന്നെ താല്പര്യമുള്ളവർക്ക് നല്ല എളുപ്പമാണ്. ലൈക്ക് ഇപ്പം കോമ്പറ്റേറ്റീവ് കോഡിങ്ങിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള പേഴ്സൺസ് പീപ്പിളിനാണെങ്കിൽ വളരെ എളുപ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. ചേട്ടൻ എങ്ങനെയായിരുന്നു? ഞാനില്ലായിരുന്നു. ഐ മീൻ അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് ചിലരുണ്ട്, അവർക്ക് 12 ഞാൻ എടുത്തപോലെ CS പോലും എടുത്തവരല്ല, പക്ഷെ അവർക്ക് 10 ആണ് ലാസ്റ്റ് ഓവറോൾ SPI വന്നത്. ലൈക്ക് 10 ഓവറോൾ SPI വരണമെങ്കിൽ എല്ലാ കോഴ്സിനും 10 കിട്ടണം. സോ അവന് അതിലും 10 കിട്ടി. അവൻ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ഡൂവബിൾ ആണ്, കവർ ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. SPI എന്ന് വെച്ചാൽ കാൺപൂർ ആണ് ഈ സെമസ്റ്റർ വൈസ് സംഭവങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യയിൽ. IT കാൺപൂർ സെമസ്റ്റർ വൈസ് എന്ന് വെച്ചാൽ ഒരു വർഷത്തെ ഫുൾ ഇത് കൂട്ടിട്ട് 2 ഡിവൈഡ് ചെയ്തു, 2 സെമസ്റ്റർ ആക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സെമസ്റ്ററിൽ അതായത് ഇത് മുഴുവൻ തീർക്കുമ്പോൾ കവർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ കോഴ്സിൻ്റെ ഒരു വാല്യൂ പോലെ വെച്ചു. അപ്പം ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് എനിക്കിപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ് ഇയർ തൊട്ട് ഞാൻ ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്ന് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇയറിൽ അത് പ്രീ അസൈൻഡ് ആയിട്ട് എനിക്ക് കിട്ടുക. അപ്പോൾ എനിക്ക് കഴിഞ്ഞ സെമ്മിൽ 55 ക്രെഡിറ്റ്സിൻ്റെ ഫുൾ ടോട്ടൽ കോഴ്സസ് ഉണ്ടായിരുന്നു. അപ്പം ഒരു കോഴ്സിന് ക്രെഡിറ്റും പിന്നെ അതിന് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് ഒരു ഗ്രേഡും വരും. ചില കോഴ്സസ് എന്ന് വെച്ചാൽ പാസ് ഓർ ഫെയിൽ ആണ്, അത് XS വരും, അതായത് പാസ് അല്ലെ ഫെയിൽ, അത്രേ ഉള്ളൂ. ബാക്കി മിക്ക കോഴ്സസും ഗ്രേഡാണ്. അപ്പോൾ അതിൽ D, C+, B+, A, A സ്റ്റാർ അങ്ങനെ വരും. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് പറയുവാണെങ്കിൽ ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഓരോ ഗ്രേഡും ഓരോ നമ്പറിലേക്ക് പോകും. അപ്പം A എന്ന് പറയുന്നത് 10 ആണ്, B+, 9 ആണ്, അങ്ങനെ താഴോട്ട്. അപ്പം ആ കോഴ്സിന്റെ ക്രെഡിറ്റ് ഇൻറ്റു അതിൻ്റെ കിട്ടിയ ഗ്രേഡ് പ്ലസ് അടുത്ത കോഴ്സിന്റെ ക്രെഡിറ്റ് ഇൻറ്റു ഗ്രേഡ് ബൈ ടോട്ടൽ ഗ്രേഡ്, അതാണ് SPI. ഇത് കഴിഞ്ഞിട്ട് എന്ത് ജോലി എടുക്കാൻ ആഗ്രഹിക്കുന്നു? ഞാൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഏത് സ്ട്രീമിലോട്ട്, ഏത് ജോബിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു? മോസ്റ്റ്ലി IT ആയിരിക്കും എനിക്ക്, അല്ലെങ്കിൽ കൺസൾട്ടൻസി, പറയാൻ പറ്റത്തില്ല. ലൈക്ക് എനിക്ക് ഇതിപ്പോൾ 4 വർഷത്തെ ഒരു പ്രോസസ്സാണ്. ഇപ്പം ഡാഡി പറഞ്ഞ പോലെ ബോയ്സ് ആൻഡ് ഗേൾസ് ആയിട്ട് വന്നിട്ട് മെൻ ആൻഡ് വുമൺ ആയിട്ടാണ് പുറത്ത് വരുന്നത്. സോ ആ ഒരു പ്രോസസ്സിൽ ചേഞ്ച് ഉണ്ടാകാം. പക്ഷെ ഇപ്പോഴത്തെ പോലെ ആണെങ്കിൽ IT അല്ലെങ്കിൽ കൺസൾട്ടൻസി ആയിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് എങ്ങനെയാണ്? JEE മെയിൻസ് ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയ 4, അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിൽ 0, തെറ്റിച്ചാൽ -1. അഡ്വാൻസ് ആണ്, ഡിപ്പെൻസ്, പാറ്റേൺ ഒന്നുമില്ല. ഞാൻ അന്ന് എക്സാം ഹോളിൽ കയറിയപ്പോൾ എൻ്റെ പരീക്ഷയുടെ പാറ്റേൺ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ എല്ലാ ക്വസ്റ്റിനും MCQ ആണ്. മെയിൻസിന് അല്ല, അങ്ങനെ അതും JEE അഡ്വാൻസ് ആണ്. പാറ്റേൺ ഒന്നും പറയാൻ പറ്റത്തില്ല. എങ്ങനെയാണ് MCQ ആണോ, മൾട്ടിപ്പിൾ കറക്റ്റ് ആണോ, ഇൻറ്റീജർ ടൈപ്പ് ആണോ, ഡെസിമൽ ആണോ, മാട്രിക്സ് മാച്ച് ആണോ, ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ മെയിൻസ് ആണെങ്കിൽ ഇതുവരെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. അവർ 20 ക്വസ്റ്റ്യൻസ് MCQ വരും, പിന്നെ 10 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം ഇവർ സെലക്ട് ചെയ്ത് ഇൻറ്റീജർ ടൈപ്പ് ആണ് ഇതുവരെ മെയിൻസിൽ. ഒരു സബ്ജക്റ്റിൽ 30 ക്വസ്റ്റ്യൻസ് വരും, 20 ക്വസ്റ്റ്യൻസ് MCQ, 10 ക്വസ്റ്റ്യൻസ് ഇൻറ്റീജർ ടൈപ്പ്. അതിൽ ഇതിൽ 5 എണ്ണം ആൻസർ ചെയ്താൽ മതി. എല്ലാ ക്വസ്റ്റ്യനും 4 കറക്റ്റായിട്ട് ആൻസർ ചെയ്താൽ 4 മാർക്ക്, ആൻസർ ചെയ്തില്ലെങ്കിൽ 0 മാർക്സ്, ആൻസർ ചെയ്ത് തെറ്റിപ്പോയാൽ -1. മെയിൻസിനും അഡ്വാൻസിനും റെഫർ ചെയ്ത ടെക്സ്റ്റ് ബുക്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബ്രില്യനിലെ എൻട്രൻസ് കോച്ചിങ് നടത്തിയെന്ന് അറിയാമല്ലോ. സോ അവർ എനിക്ക് ആവശ്യത്തിന് നല്ല മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തു. പിന്നെ അതിനെ സപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഞാൻ എക്സ്ട്രാ, അവർ ലൈബ്രറിയിൽ തരും. അതിനുവേണ്ടി ലൈബ്രറി നമ്മൾ എക്സ്ട്രാ ബുക്സ് എടുക്കണം, ഒരിക്കലും തരുന്നതിൽ നിൽക്കരുത്. അപ്പം ലൈബ്രറിയിൽ നിന്ന് എക്സ്ട്രാ എടുത്തു. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളും ബ്രില്യൻറ്റിലായിരിക്കാം ചേരുന്നത്. അപ്പം അവർ തരുന്ന മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് കവർ ചെയ്യുക. പിന്നെ അവർ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞൊരു സാധനം തരും, അത് ഏറ്റവും നല്ല രീതിയിൽ തീർക്കുക. കാരണം അത് ക്ലാസ്സിനൊപ്പം ആയിരിക്കും തരുന്ന, ക്ലാസ് കഴിഞ്ഞത് സബ്മിറ്റ് ചെയ്യാൻ പറയും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് തന്നെ ചെയ്യേണ്ട, ക്ലാസ് കഴിഞ്ഞ ഉടനെ നമ്മുടെ മൈൻഡിൽ അത് ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ എവിടെയാണ് പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ട് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞ സമ്പ്രദായം എപ്പോഴും കാണും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുക. പിന്നെ എക്സ്ട്രാ ബുക്സ് എന്ന് പറയുമ്പോൾ അവർ തന്നേക്കുന്നത് കവർ ചെയ്ത് കഴിഞ്ഞിട്ട്, ഇപ്പം അങ്ങനെ പറയുവാണെങ്കിൽ ഫിസിക്സിന് സെൻഗേജിൻ്റെ മെറ്റീരിയൽസ് വളരെ നല്ലതാണ്. പിന്നെ തിയറിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണെങ്കിൽ ക്വസ്റ്റ്യൻസിന് അതിൻ്റെ പുറകിലുള്ളത് നല്ല ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ കെമിസ്ട്രിക്ക് ആണെങ്കിൽ ഓർഗാനിക്കിന് MS ഷെഹാൻ്റെ അഡ്വാൻസ് പ്രോബ്ലംസ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അത് നല്ലതാണ്. പിന്നെ ഇൻഓർഗാനിക്കിനാണെങ്കിൽ K. കുമാറിൻ്റെ ഒരു ബുക്കുണ്ട്, അത് നല്ലതാണ്. ഓർഗാനിക് ഫിസിക്കലിന് നരേന്ദ്ര അവാസ്തി എന്ന് പറഞ്ഞൊരു ഓഥറിൻ്റെ ഒരു ബുക്കുണ്ട്, അത് നല്ലതാണ്. മാത്സിന് വികാസ് ഗുപ്തയുടെ ബുക്സ് ഉണ്ട്, അത് നല്ലതാണ്. എൻ്റെ പേര് മരിയ. ഇങ്ങനെ ഈ JEE അഡ്വാൻസ് മെയിൻസ് അങ്ങനത്തെ എക്സാംസിന് അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു മൈൻഡ് സെറ്റുള്ള കൊച്ചിൻ്റെ റൂട്ടീൻ ഇപ്പൊ ചേട്ടൻ അങ്ങനെയല്ലേ? അപ്പം ചേട്ടൻ ചെയ്യുന്ന റൂട്ടീൻ ടൈപ്പ് വൈസ് അങ്ങനത്തെ റൂട്ടീനോ ഡെയിലി ലൈക്ക് എന്തായാലും പ്രിപ്പയർ ചെയ്യുമ്പം
നിങ്ങൾ ഏതെങ്കിലും ഒരു കോച്ച് അല്ല ബ്രില്ലിന് തന്നെ ആയിരിക്കും. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും. ക്ലാസ്സസ് കിട്ടുന്നത് അറ്റൻറ്റീവായിട്ട് ഇപ്പോൾ മിസ് പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ ക്ലാസ്സസ് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഇപ്പം ചിലപ്പോൾ പ്രൊഫസർ ഒരു കാര്യം പറയും, അപ്പം അത് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരൊരു കഥ പറയുന്ന പോലെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് കഥയുടെ ഒരുക്ക് പോകുന്നത് വെച്ച് നമുക്ക് അടുത്ത വരുന്ന എന്നാൽ ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് പ്രെഡിക്റ്റബിൾ സ്റ്റോറി ആയിരുന്നു പറയും. പക്ഷെ പഠിപ്പിക്കുന്നതിന് ഒരു ലോജിക്ക് ഉള്ളതുകൊണ്ട് എപ്പോഴും അത് പ്രെഡിക്റ്റബിൾ ആണ്. അത് എത്രമാത്രം ടഫാണെന്നുള്ളതേ ഉള്ളൂ. അപ്പം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ അറ്റൻറ്റീവായിട്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയായിരുന്നു, ലൈക്ക് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും. എന്നിട്ട് അടുത്ത ടീച്ചർ പറയുന്നത് അടുത്ത് മിസ് ഇതുവരെ പറഞ്ഞു അല്ലെങ്കിൽ മിസ്സിൻ്റെ സാർ ഇതുവരെ പറഞ്ഞതിന് അടുത്ത് എന്താ പറയാൻ പോകുന്നതെന്ന് ഒരു പോസിബിലിറ്റി മൈൻഡിൽ വരുത്തും. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റും. ശരിയായെങ്കിൽ കൊള്ളാം, അത് കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തു. ശരിയായില്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ശരിയാത്ത രീതിയിൽ ആലോചിച്ചത്, എങ്ങനെ ആലോചിച്ചായിരുന്നു ശരിയാവാറുന്നത്, ഈ രണ്ട് കാര്യങ്ങളും നോക്കുക. അങ്ങനെയാണെങ്കിൽ ക്ലാസ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തു, പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്തു, വെരി ഗുഡ്. അതിനുശേഷം ഇപ്പോൾ പറഞ്ഞ പോലെ വർക്ക് ബുക്ക് കിട്ടും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ചെയ്യാനുള്ള കിട്ടും. അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അതായത് മെമ്മറി റിട്ടൈൻ ചെയ്യാൻ വേണ്ടി അവർ പറയുന്ന നമ്മൾ പഠിപ്പിച്ച കാര്യം അന്ന് തന്നെ നോക്കണം. പിന്നെ കുറച്ച് ഒരു ഷോർട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് നോക്കണം, പിന്നെ ഒരു ലോങ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് നോക്കണം. എന്നാലും അത് പെർമനൻ്റ് ആയിട്ട് മൈൻഡിൽ നിൽക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അന്ന് തന്നെ നിങ്ങൾ കവർ ചെയ്യണം, പഠിക്കണം. അതിനുശേഷം അതിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു ജെ അഡ്വാൻസ് നല്ല ടഫാണ്. അപ്പോൾ ജെ അഡ്വാൻസിൻ്റെ ടഫ്നെസ് 1 ആണെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ തുടങ്ങി വരുന്നതാണെന്ന് വെച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 2 years ടൈം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് 2 yearsൻ്റെ തുടക്കത്തിലാണ് നിങ്ങൾ ഈ ജെ അഡ്വാൻസ് എക്സാമിനും നിങ്ങളുടെ പ്രിപ്പറേഷൻ പ്രോപ്പറായിട്ട് സീരിയസ് ആയിട്ട് തുടങ്ങുന്നതിനും ഇടയ്ക്ക് 2 years ഗ്യാപ്പ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഇനിഷ്യൽ ഫേസിലാണ്. അപ്പം ആ ഹാർഡ്നെസ്സിന് സെയിം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോയാൽ നടക്കണമെന്നില്ല. സോ നിങ്ങൾ അതിൽ നിന്ന് ഇച്ചിരി എളുപ്പം ഒരു 0.5, 0.75 ആ ഒരു ഡിഫിക്കൽറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുക. 0.75 ചെയ്ത് പറ്റുന്നെങ്കിൽ 0.5 എന്ന് തുടങ്ങുക, 0.5 പറ്റുന്നെങ്കിൽ 0.4 തുടങ്ങുക. എന്നിട്ട് അതിലും താഴോട്ട് പോകണ്ട, എന്നിട്ട് അതിലും തുടങ്ങുക. പിന്നെ ഒരു എന്താ പറയുക, ഇപ്പോൾ 2 വർഷം തൊട്ട് 1 വർഷത്തിന് പകുതിയൊക്കെ ആകുമ്പോൾ ആ സെയിം ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്ന രീതിയിലേക്ക് നിങ്ങൾ ആയിക്കോളും. ഓട്ടോമാറ്റിക്കലി ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്യുക ക്വസ്റ്റ്യൻസിൻ്റെ ലെവല്. അത് കഴിഞ്ഞ് പിന്നെ 1 വർഷം പകുതിയായെന്ന് വെച്ചോ, പിന്നെ 1 വർഷം കൂടെ 1.5 വർഷമുണ്ട്. 1 വർഷം ഫുൾ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഇവർ ക്ലാസ്സസ് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അതായത് ആ സെയിം ലെവലിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ മേളിലുള്ള ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. അത് വളരെ മേളിലുള്ള ലെവലിൽ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. 1.25 അതിൻ്റെ മേളിലോട്ട് പോകണ്ട. അത് അങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1.5 വർഷമായി. നിങ്ങൾ ക്ലാസ്സസ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അന്നന്ന് പഠിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. 1.5 വർഷം ഇനി 6 months കൂടെ ഉള്ളൂ നിങ്ങൾക്ക് എക്സാമിന്. ആ 6 months ആദ്യത്തെ കുറച്ച് സമയം 1.5 ലെവൽ ഡിഫിക്കൽറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് കഴിഞ്ഞ് എക്സാമിനോട് അടുക്കുമ്പോൾ 1 മാത്രം, അതായത് സെയിം ടു സെയിം ക്വസ്റ്റ്യൻസ് പ്രീവിയസ്, അതായത് PYQs ചെയ്യുക. പിന്നെ ആ സെയിം ലെവൽ ഡിഫിക്കൽറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സാമിന് പക്കാ പ്രിപ്പയർഡ് ആയിരിക്കും. സാർ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും അതിൻ്റെ സൊല്യൂഷനിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഒരു വേ എന്ന് പറയാമോ? ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി. ഒന്നാമത്തെ കാര്യം, അത്യാവശ്യം തിയറി കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളുമായിട്ട് നമുക്ക്, അതായത് ഇപ്പോൾ ഒരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെ ലൈക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ അതിലേക്ക് എത്തുന്ന ഒരു മെത്തേഡ് കാണും. അല്ലെ ഒരു മെത്തേഡല്ല, മൾട്ടിപ്പിൾ മെത്തേഡ്സ് കാണും. ചിലത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, ചിലത് എളുപ്പമായിരിക്കും. എളുപ്പമുള്ള മെത്തേഡ്സ് ഫോളോ ചെയ്യേണ്ടതിനെ നമ്മൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ചില ക്വസ്റ്റ്യൻസിൽ ഈ സെയിം പരിപാടി മൾട്ടിപ്പിൾ ടൈം അപ്ലൈ ചെയ്യേണ്ടി വരും. അതിനെ ടഫായെന്ന് പറയാം എളുപ്പമുള്ള മെത്തേഡ് ആണെങ്കിൽ. അതായത് ഒരേ ക്വസ്റ്റ്യനിലേക്ക് മൾട്ടിപ്പിൾ കോൺസെപ്റ്റ്സ് ഇൻവോൾവ് ചെയ്ത് അങ്ങനെ വരാം. അപ്പോൾ ബേസിക്കലി ക്വസ്റ്റ്യൻസിൽ നമ്മൾ ആ മെത്തേഡ് കണ്ടുപിടിക്കുക എന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് എങ്ങനെ സൊല്യൂഷൻ കിട്ടുക എന്നുള്ളതിലും ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് പറയാം. ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, ഇങ്ങനെ ഒരു മെത്തേഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. പ്രോപ്പറായിട്ട് തിയറി കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അത് വെച്ച് ആ ഒരു എന്തെങ്കിലും വെച്ച് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഉറപ്പായിട്ട്. ഒരു ആൻസർ കിട്ടും. ആൻസർ കിട്ടിയില്ലെങ്കിൽ അത് നിൽക്കട്ടെ, ആൻസർ കിട്ടുന്ന സിറ്റുവേഷൻ ആണെന്ന് വെച്ചോ, ആൻസർ കിട്ടും. ഒരു ആൻസർ നോക്കുക, ആൻസർ മാച്ച് ചെയ്യുന്നുണ്ടോ, വെരി ഗുഡ്, നിങ്ങൾ വിചാരിച്ച മെത്തേഡ് കറക്റ്റാണ്. ആൻസർ മാച്ച് ചെയ്യുന്നില്ലെന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മെത്തേഡ് എടുക്കാൻ, അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വന്ന തോട്ട് പ്രോസസ്സ് എന്തായിരുന്നു, ആ ഒരു മെത്തേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ വന്ന തോട്ട് പ്രോസസ്സ് എന്തായിരുന്നു. പിന്നെ ശരിക്കുമുള്ള മെത്തേഡ്, ഇപ്പോൾ വേറൊരു ആൻസർ ആകുമ്പോൾ അതിനൊരു മെത്തേഡ് കാണുമല്ലോ. അപ്പോൾ ആ ഒരു മെത്തേഡിലേക്ക് വരാൻ ആ തോട്ട് പ്രോസസ്സിൽ എന്ത് മാറ്റം വരുത്തമായിരുന്നു, അത് എന്തുകൊണ്ട് നിങ്ങൾ വരുത്തിയില്ല, അത്ര ആലോചിക്കണം. അങ്ങനെ ഒരു കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നല്ല പ്രാക്ടീസ് ആകും. പിന്നെ ഓട്ടോമാറ്റിക്കലി പ്രോപ്പറായിട്ടുള്ള തോട്ട് പ്രോസസ്സ് തന്നെ നടക്കും. ഇനി നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിയറി കവർ ചെയ്ത് പ്രോപ്പർ അല്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ആൻസർ എന്തായാലും കിട്ടും, തെറ്റല്ലേ ശരി, അത്രേ ഉള്ളൂ. തിയറി കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ
സോ തിയറി ഒന്നുകൂടെ പ്രോപ്പറായിട്ട് കവർ ചെയ്യും. ആഷിക്കിന് 491 മാർക്ക് കിട്ടിയിട്ടുള്ളൂ CBSE അല്ലേ? അപ്പോൾ ദാറ്റ് മീൻസ് ഈവൻ സയൻസ് അല്ലാതെ തന്നെ മറ്റ് ഫീൽഡ് സബ്ജക്റ്റുകളും ഒരു നല്ല ടോപ്പ് മാർക്ക് കിട്ടിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് കോഴ്സായിരുന്നു ചെയ്തിരുന്നത് +1 +2. അപ്പോൾ ആ സമയത്ത് മെത്തഡോളജി അഡോപ്റ്റഡ് ബൈ യു to manage both the academic session as well as the competitive brilliant classes. One point. പിന്നെ അതുപോലെ തന്നെ എങ്ങനെ ടൈം എങ്ങനെ മാനേജ് ചെയ്തിരുന്നു, മറ്റ് ഫങ്ഷൻസ്, മറ്റു പല സോഷ്യൽ ആക്ടിവിറ്റീസ് അതിനെങ്ങനെ പങ്കെടുത്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മറ്റ് ക്ലാസ്സിൽ നിന്ന് വിരുദ്ധമായിട്ട് ഞാൻ കാണുന്നത് ഒരു ചേട്ടൻ എന്നുള്ള ഒരു ഫ്രീഡം അവൈൽ ചെയ്തുകൊണ്ട് കൊച്ചുകുട്ടികളെ വളരെയധികം ഇന്ററാക്റ്റീവ് ഇതിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് മറ്റാര് പറഞ്ഞു കൊടുക്കണേക്കാളും കൂടുതൽ ഒരു ചേട്ടൻ എന്ന ലെവലിൽ പറഞ്ഞു കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സാറ് ചോദിച്ച പോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു കൺസേൺ ആണ് ജനറലി ഉള്ള സ്കൂൾ ലെവലും കോമ്പറ്റേറ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളത്. ഇപ്പം സാർ പറഞ്ഞ പോലെ രണ്ട് ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ പക്ഷേ അതായത് വേറെ സബ്ജക്റ്റ് ഇപ്പോൾ സയൻസ് ആണെങ്കിൽ ഓക്കെ, ലൈക്ക് ഞാൻ ചെയ്തത് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി അത്രയും ഞാൻ ബ്രില്യൻ്റിലും പഠിച്ചതാണ്. ബാക്കി എക്സ്ട്രാ വന്നത് എനിക്ക് കമ്പ്യൂട്ടർ, ഇംഗ്ലീഷും ആയിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എക്സ്ട്രാ കുറച്ച് സമയം എടുക്കണം. കാരണം അതിന് നമുക്ക് വേറെ ഇടത്തൊന്നും കോച്ചിങ് കിട്ടുന്നില്ല, പഠിപ്പിക്കുന്നുമില്ല. സ്കൂളിൽ അറ്റൻറ്റീവായിട്ട് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു നോളജ് മാത്രമേ ഉള്ളൂ. സോ അതിന് കമ്പ്യൂട്ടറിനും, ഇപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ ആയിരുന്നു, ബയോളജി എടുക്കുന്നവർക്ക് ബയോളജിക്കും ഇംഗ്ലീഷ് ആയിരിക്കും മോസ്റ്റ്ലി. ഇപ്പം സ്റ്റേറ്റിലാണെങ്കിൽ ഒരു സെക്കൻഡ് ലാംഗ്വേജും കൂടെ എടുക്കണം. അപ്പം ആ സബ്ജക്ട്സ് എത്രയാണോ ഉണ്ടോ അത് നിങ്ങൾ കവർ ചെയ്യുക. പിന്നെ സ്കൂൾ ലെവലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബേസിക്കലി ഞാൻ എൻ്റെ ഫ്രണ്ട്സിൽ കണ്ടതെന്നാന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത രീതിയിൽ അവർ ടെൻസ്ഡ് ആണ് അതിനെപ്പറ്റി. സ്കൂൾ ലെവലിൽ നിങ്ങളിപ്പം ഇച്ചിരി ഈസി ആയിട്ട് എടുത്താലോ, അതായത് ചുമ്മാ അലമ്പാൻ വേണ്ടി അല്ല, നിങ്ങൾ ബാക്കി സമയം ചുമ്മാ കളയാൻ വേണ്ടി സ്കൂൾ ലെവൽ ഈസി ആയിട്ട് എടുക്കുകയല്ല. സ്കൂൾ ലെവൽ കുറച്ച് സമയം എടുത്ത് അത് പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് ഉള്ള സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ അതിന് ഉപയോഗിക്കുകയാണെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ ഈ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ വർക്ക് ചെയ്യാൻ പഠിക്കുക, പിന്നെ കുറേ രീതിയിൽ ചിന്തിക്കാൻ പഠിക്കുക. ചിന്തിക്കാൻ പഠിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്കൂൾ ലെവലിൽ കുറേ പ്രിപ്പയർ ചെയ്താൽ അത് ചിന്തിക്കാത്തവർക്ക് പോലും പുതിയൊരു സിറ്റുവേഷൻ വന്നാൽ ചിന്തിച്ച് അതിലേക്ക് എത്താത്തവർക്ക് പോലും എത്താൻ വേണ്ടിയുള്ള പ്രാക്ടീസ് അവർ തരും. ശരിക്കും നിങ്ങൾ ഈ എൻട്രൻസിൽ സയൻസിൽ ചെയ്യുന്നതാണെങ്കിലും എവിടെ ചെയ്താലും ചിന്തിക്കാൻ നിങ്ങൾ പഠിക്കുന്നത് വേറെ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. സോ സ്കൂളിൽ നിങ്ങൾ അതിനുവേണ്ടി അത്രയും സമയം വേറെ സബ്ജക്ട്സിനാണ് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവിടെ അവർ സ്പെൻഡ് ചെയ്യുന്ന കാരണം ബാക്കി ഉള്ളവർക്ക് അവരുടെ ഒരു കുറവൊന്നുമല്ല, ലൈക്ക് അവർ വേറെ കാര്യങ്ങളിലാണ് കൂടുതൽ സമയം കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഓൾറെഡി സയൻസിൽ തന്നെ ചിന്തിക്കാൻ വേണ്ടി ഇത്ര സമയം കൊടുക്കുന്നതുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് ആ ഒരു രീതിയിൽ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള വർക്ക് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അവിടുന്ന് സമയം ലാഭിക്കാൻ പറ്റും. പിന്നെ സയൻസിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ക്ലാസ്സസ് കിട്ടുന്നുണ്ട്, ഓൾറെഡി ഇവിടെ പ്രിപ്പറേഷൻ കിട്ടുന്നുണ്ട്. ജസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് സംഭവം അറിയാം. ജസ്റ്റ് അത് എക്സ്പ്രസ് ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ പരീക്ഷയ്ക്ക് എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യുന്നത് അതിൽ നിന്നൊരു ഇത്തിരി ഡിഫറൻ്റ് ആണ്, അത്രേ ഉള്ളൂ. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതണം. അപ്പോൾ എഴുതുന്ന കാര്യം ഓക്കെ, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, എഴുതുന്നതാണ്. സോ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിന് മാത്രമേ ഒരു ഡിഫറൻസേ ഉള്ളൂ. അതും വീണ്ടും നിങ്ങൾ ചിന്തിക്കാനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ചിന്തിക്കാനുള്ള സയൻസിൽ നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ച് ഏത് രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ബേസിക്കലി ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സമ്മറി ഇത്രയേ ഉള്ളൂ. സ്കൂളിന് വേണ്ടി അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് ഓട്ടോമാറ്റിക്കലി അത് കവർ ആവേണ്ടതാണ്, ആവുകയും ചെയ്യും. അതിനെപ്പറ്റി വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്കി സോഷ്യൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ബാക്കിയുള്ളവരുമായിട്ടുള്ളത്, ഫങ്ഷൻസ്, ഇപ്പോൾ ഫാമിലിയുടെ ആണെങ്കിലും അതൊക്കെ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ പഠിച്ചപ്പോൾ കോവിഡായിരുന്നു. സോ രണ്ട് കാര്യങ്ങളും ഇൻട്രാക്ഷൻസിൻ്റെ പ്രശ്നം എനിക്ക് ഫസ്റ്റ് ഇയറിൽ ഒട്ടും തന്നെ വന്നില്ല. സെക്കൻഡ് ഇയർ ഇൻട്രാക്ഷൻസ് ഉണ്ട്, ലൈക്ക് ഫ്രണ്ട്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, വളരെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞൊരു സോഷ്യൽ ആനിമലാണ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. സോ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഇല്ലെങ്കിൽ മനുഷ്യനായിട്ടല്ല വളരുന്നത്. സോ ഇൻട്രാക്ഷൻസ് ആവശ്യമാണ്, ഇൻട്രാക്ഷൻസ് വേണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ 2 വർഷം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. അപ്പോൾ കുറയ്ക്കുക, പിന്നെ ആവശ്യത്തിന് ഇൻട്രാക്ട് ചെയ്യുക എല്ലാവരുമായിട്ടും. പിന്നെ ഇപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം ഇപ്പം നിങ്ങൾ കൂടുതലും ഇതുപോലത്തെ വല്ല പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യുവാണെങ്കിൽ ഈ സെയിം ആയിട്ടുള്ള അംബീഷനുള്ള കുറേ കൂട്ടുകാരുണ്ട്. സോ അവരോട് ഈ രീതിയിൽ തന്നെ ഇൻട്രാക്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഇൻട്രാക്ഷനും മേക്കപ്പ് ആവും, നിങ്ങൾക്ക് പഠിക്കാനുള്ള രീതിയിൽ മറ്റുള്ള ബാക്കി കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ആ രീതിയിലും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതിന് ഉപയോഗിക്കുക. പിന്നെ അല്ലാത്ത ഇൻട്രാക്ഷൻസും ആവശ്യത്തിന് നടത്തുക. പിന്നെ ഇപ്പോൾ സമയം എന്തിനാണെന്നുള്ളത് ഓർക്കുക, അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ ഫാമിലി ഫങ്ഷൻസ് ഒബ്വിയസ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലാത്തതാകുമ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിന് ബാക്കിയുള്ളവർക്കൊന്നും ഇപ്പോൾ ജനറലി ഇച്ചിരിയും കൂടെ കമ്പൽസറി അല്ലാത്ത ഇൻട്രാക്ഷൻസിൽ നിന്ന് അവിടുത്തെ സമയം എടുക്കുക. അതായത് പ്രോപ്പറായിട്ട് ടൈം മാനേജ്മെൻറ്റ് നടത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റീസിനനുസരിച്ച് സമയത്തെ
അസൈൻ ചെയ്യുക, കൂടുതൽ പ്രയോറിറ്റി, കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇപ്പോൾ കാര്യത്തിന് കൂടുതൽ സമയം കൊടുക്കുക, പിന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതിന് സമയം കൊടുക്കണം. സോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് മുന്നേ കുറച്ച് എന്താ ലീഷർ ആക്ടിവിറ്റീസിൽ നിന്ന് എടുക്കുക, അതെടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. സോ ബേസിക്കലി നമുക്ക് 24 മണിക്കൂറാണ്, അത് ധാരാളമാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യുക. 100% എന്ന് വെച്ചാൽ ഫുൾ മാർക്ക് അല്ല, ഏറ്റവും കൂടുതലും ആ ഒരു സെഷൻ ഞാൻ എഴുതിയ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക്. അതുകൊണ്ടാണ് അതെ, ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എയറിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ട്. യെസ്. സോ ഈ IITs കമ്പാരിറ്റീവ്ലി ബോയ്സിനാണല്ലോ കൂടുതൽ പരീക്ഷ എഴുതിയത് നല്ല മാർക്ക്, ഗേൾസ് എന്താ കമ്പാരിറ്റീവ്ലി കുറവ്? പരീക്ഷ നല്ല മാർക്ക് നല്ല, IITs ഗേൾസിന് നമ്പർ കുറവാണ്, പക്ഷെ മാർക്കൊക്കെ എല്ലാവർക്കും നന്നായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് MDH നടത്തിയപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ കോഴ്സ് MDH ഒരു കോഴ്സാണ്, MDH 111M എന്ന് പറയുന്നത്. ആ കോഴ്സിൽ ഞങ്ങളുടെ അവിടെ ടോപ്പ് വന്നത് ഒരു ഗേളാണ്. ഗേൾസ് വരിക വളരെ സാധാരണമാണ് അവിടെ ടോപ്പ് വരിക എന്നുള്ളത്, അങ്ങനെ ഒരു ഇത് കൂട്ടില്ല. IITs ഡിസ്ക്രിമിനേഷൻ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. പിന്നെ ഡിസ്ക്രിമിനേറ്റിംഗ് അല്ല, നാച്ചുറലായിട്ട് ഗേൾസ് സോറി ചെയ്യുന്നില്ല, അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഇന്ത്യയിലെ ഒരു സിറ്റുവേഷൻ വെച്ച് ഇത് അറ്റൻഡ് ചെയ്യുന്ന ഗേൾസ് കുറവാണ്, അതുകൊണ്ടാണ് നമ്പർ കുറവ് വരുന്നത്. അല്ലാതെ ഗേൾസിന് ഇത് കിട്ടാൻ സാധ്യതയില്ല, അങ്ങനെ ഒന്നുമില്ല. എല്ലാം സെയിം, കൂടുതൽ ചാൻസസ് ഉണ്ടല്ലോ. പിന്നെ അത് നിങ്ങൾക്ക് ഇപ്പം ഇനി ഇന്ത്യയിൽ ഇങ്ങനെ ആണെങ്കിലും അത് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം അതുകൊണ്ട് തന്നെ 20% സീറ്റ്സ് ഗേൾസിന് റിസർവ്ഡ് ആണ്. സോ അതുകൊണ്ട് ഇപ്പം ബോയ്സിന് കിട്ടുന്നതിലും റാങ്ക് ഡിഫറൻസ് ഉണ്ടെങ്കിലും നല്ല IITs കിട്ടും. പേര് പറഞ്ഞില്ല? എൻ്റെ പേര് പ്രണവ്. എൻ്റെ ചോദ്യം, പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഏത് സബ്ജക്റ്റാണ് ഏറ്റവും ടഫായി തോന്നിയത്, പിന്നെ അതിനൊന്നും ഇഷ്ടം വരുത്തിയത്? ഓക്കെ, അത് കാര്യമാണ്. കാരണം എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ ബേസിക്കലി എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇച്ചിരി ടു ആൻ എക്സ്റ്റെൻറ്റ് കെമിസ്ട്രി ആയിരുന്നു. പക്ഷെ പാട് മാത്സ് ആയിരുന്നു. എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു, എന്നാലും മാത്സ് പാടാണ് അത്യാവശ്യം. എനിക്ക് പാടായിരുന്നു. ഇപ്പോൾ ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ. അപ്പോൾ ഇഷ്ടമില്ലാത്ത കെമിസ്ട്രി എങ്ങനെ ഇഷ്ടപ്പെടുത്തിയെന്ന് വെച്ചാൽ അതിന് മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് അത് പഠിക്കുന്നതിന് ചെയ്തു. പിന്നെ പാടുള്ള മാത്സ് എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ, കാരണം പാടാകുമ്പോൾ ഇഷ്ടം ഇച്ചിരി കുറഞ്ഞു വരും. ഒബിയസ്ലി JE കഴിഞ്ഞപ്പോൾ കെമിസ്ട്രി എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. കാരണം JE കെമിസ്ട്രി നല്ല എളുപ്പം, സ്കോറിംഗ് സബ്ജക്റ്റാണ്. മാത്സ് നല്ല അത്യാവശ്യം ടഫാണ്, എന്നാലും എന്ന് വെച്ചാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ലൈക്ക് ഇച്ചിരി കൂടെ വർക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ മാത്സ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞത് 0.75 0.5 തുടങ്ങി വരുമ്പം നമ്മൾ മനുഷ്യരാണ്, ചെയ്ത് പ്രാക്ടീസ് വരുമ്പോൾ അടുത്ത ലെവലിലേക്ക് ഒരു കുഞ്ഞ് ഡിഫറൻസിലും ഒരു മൈനർ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് വരും. സോ കൂടുതൽ സമയം മാത്സിന് കൊടുക്കേണ്ടി വന്നു, കുറച്ച് താരേന്ന് തുടങ്ങേണ്ടി വന്നു, കുറച്ചുകൂടി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങേണ്ടി വന്നു. കൂടുതൽ സമയം അതുകൊണ്ട് തന്നെ ആവശ്യം വന്നു, സമയം കൊടുക്കേണ്ടി വന്നു. പിന്നെ നമുക്ക് മാത്സിലാണെങ്കിൽ ചില ഇൻട്രസ്റ്റ് ഉള്ള ഭാഗങ്ങൾ കാണുമല്ലോ. ഇപ്പം ഓവറോൾ ടോപ്പിക്ക് ടഫാണ്, സബ്ജക്ട് വൈസ് ടഫാണ്, ചില ടോപ്പിക്സ് നമുക്ക് എളുപ്പമുള്ളതായിട്ട് തോന്നും. സോ അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ ഇപ്പം ബേസിക്കലി എല്ലാത്തിനും ലോജിക്ക് സെയിം ആണ്. യൂണിവേഴ്സിലെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് മാത്സ് ആണെന്നാണ് പറയുന്നത്. അപ്പം ലോജിക്ക് ബേസിക്കലി എല്ലാത്തിനും ആണ്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്സിലെ കോൺസെപ്റ്റ്സ് എങ്ങനെയാണോ പഠിച്ചത് ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടോപ്പിക്സ് കവർ ചെയ്യാൻ ശ്രമിച്ചു. അത് എല്ലായിടത്തും വർക്ക് ചെയ്തില്ല എന്നാലും. പിന്നെ ചില കാര്യത്തിലൊക്കെ ഒന്നും നടക്കുന്നില്ലെന്ന് കണ്ടാൽ ഷോർട്ട് കട്ട്സ് നോക്കുന്നു, ലൈക്ക് ഫോർമുലാസ് അതുപോലത്തെ അതൊക്കെ ബൈഹാർട്ട് ചെയ്യുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല. പക്ഷേ ഏറ്റവും നല്ലത് മനസ്സിലാക്കി പഠിക്കുന്നതാണ്. അതിന് ചില കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യണം ഒബ്വിയസ്ലി. കാരണം നിങ്ങൾക്ക് JEക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി മുഴുവൻ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് മാത്രമേ ചിലതൊക്കെ പഠിക്കാൻ പറ്റും. സോ അതുപോലെ മാത്സിൽ ടഫായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ കൂടുതലും ഷോർട്ട് കട്ട്സും ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി അത് ഫോർമുലാസ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തു സമയം ലാഭിക്കാൻ വേണ്ടി. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, അതായത് ഒരു ജനറലി റിപ്പീറ്റ്, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ജനറലി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് എന്താണെന്നും അതായത് കുറേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പാർട്ട്, ഒരു സബ് പാർട്ട്, അങ്ങനെ ചില ക്വസ്റ്റ്യൻസിലും കാണും ചില ടോപ്പിക്സ്. അപ്പോൾ ആ ഒരു പാർട്ടിൻ്റെ എൻഡിലേക്ക് വരാൻ ഇൻപുട്സ് കൊടുത്തിട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന നേരെ രീതിയിൽ പഠിക്കുന്നു. അപ്പോൾ ആ ഒരു സമയം ലാഭിക്കാൻ പറ്റും. ബാക്കി പുതിയതായിട്ട് നമുക്ക് കിട്ടിയ സാധനത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം JEE അഡ്വാൻസ് എന്ന് പറയുമ്പോൾ അവർ എന്തായാലും മൾട്ടിപ്പിൾ കോൺസെപ്റ്റ്സ് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇൻവോൾവ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇതുപോലെ ചെയ്യേണ്ട കുറേ സ്ഥലങ്ങളിൽ വരും. ഉറപ്പായിട്ടും വരും. JEE അഡ്വാൻസിൽ മാത്സിലൊക്കെ 100% ആണ്, ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇതുപോലെ കുറേ ജനറലി റിപ്പീറ്റ് ആകുന്ന ഒരു പാർട്ട് കാണും. അപ്പോൾ അതിന് നിങ്ങൾ അതിൻ്റെ ഒരു ഫോർമുല പോലെ പഠിക്കേണ്ടി വരും. ഒരു ഇൻപുട്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്ന എന്താണോ അത് ഇട്ട് കൊടുക്കുന്നു, നിങ്ങൾ അതിൽ നിന്ന് തന്നെ വാല്യൂ എടുക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അതായത് സമയം ലാഭിക്കാൻ വേണ്ടി അത് ഓബിയസ്ലി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ക്വസ്റ്റ്യൻസ് അത്രയും. സോ അത് അങ്ങനെ ചെയ്തു. പിന്നെ പതിയെ എക്സാമിന് ആവശ്യമാണ്, ഇഷ്ടമില്ലെങ്കിലും പഠിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഷോർട്ട് കട്ട്സും ഫോർമുലാസും, പിന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, താരയം തുടങ്ങുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് കാണുമല്ലോ, ഒരു സബ്ജക്റ്റ് ഇഷ്ടമില്ലെങ്കിലും അതുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക.
അത്രയും. ചേട്ടനത് എനിക്ക് സംശയം എന്താണെന്ന് പറഞ്ഞാൽ ചേട്ടനെ പഠിക്കുന്ന രീതി എന്താണ്? ഇപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ഇങ്ങനെ സ്കോർ ചെയ്യണമെങ്കിൽ, സ്കോർ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതിന് വല്ല മാറ്റം വരുത്തണമെങ്കിൽ അതെന്താ ചേട്ടന് പറയുന്ന ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുന്നതിന്റെ രീതിയിലുള്ള വ്യത്യാസം വേണം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അക്കാഡമിക് ആയിട്ട് ഇപ്പൊ നമ്മൾ ഒരു പുസ്തകം വായിക്കണം, ആ ചാപ്റ്ററിന്റെ പുസ്തകം വായിക്കണമെങ്കിൽ അത് എങ്ങനെയാ പഠിക്കുന്നത് അത് ഒന്ന് പറയാൻ പറ്റുമോ? ടിപ്സ് ചേട്ടൻ ചോദിച്ച ടിപ്സ്. പേരായിരുന്നു ദീപേന്ദു. ഓക്കെ. അപ്പം അതെ, കാരണം വളരെ കുറച്ചാണ് ഓരോ എക്സാമിനും പഠിക്കുന്ന ടോപ്പിക് അനുസരിച്ചും നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളതിന് മാറ്റം ഉണ്ടാവണം. മാറ്റം വരുത്താതിരുന്നാൽ പഠിച്ച് തീരും, പക്ഷെ അത്ര എഫിഷ്യൻ്റ് ആയിരിക്കത്തില്ല. മാറ്റം വരുത്തി പഠിക്കുന്ന ഒരാൾ കൂടുതൽ പെട്ടെന്ന് തീർക്കും, കൂടുതൽ എക്സ്ട്രാ ആയിട്ട് കവർ ചെയ്യും, കൂടുതൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അത് കറക്റ്റാണ്. പക്ഷേ ഇപ്പം ജനറലി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞ പോലെ ഡിപ്പെൻസ് ആണ്. ലൈക്ക് ഓൺ ദ ടോപ്പിക്, ഓൺ ദ എക്സാം, അതായത് ഏത് എക്സാമിന് വേണ്ടി ഇത് പഠിക്കുന്നത്, പിന്നെ എത്ര സമയമുണ്ട്, അതിൻ്റെ വെയിറ്റേജ് എന്താണ് എക്സാമിന്. കാരണം കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് കുറഞ്ഞൊരു ടോപ്പിക്കാണ് എക്സാമിനെങ്കിൽ അതിനത്ര നമ്മൾ സമയം കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഒരു ഡിഫറൻസ് ഉണ്ട്. സോ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ ബേസിക്കലി അപ്പം നല്ല വെയിറ്റേജ് ഉള്ള സ്കോറിംഗ് ആയിട്ടുള്ള എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്, ഇപ്പം ജെ അഡ്വാൻസ്ഡ് പറയുകയാണെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രി ആണ് വെച്ചു. ഇനോർഗാനിക് കെമിസ്ട്രി സ്കോറിംഗ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് എന്തായാലും കെമിസ്ട്രിയിൽ 1/3 ഇനോർഗാനിക് എന്നായിരിക്കും. പിന്നെ കൂടുതൽ കവർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതാണ് അപ്പം എങ്ങനെ കവർ ചെയ്യണമെന്ന് വെച്ചാൽ ഇനോർഗാനിക് ആണ് അതിൻ്റെ മനസ്സിലാക്കിയത്. PYQs നോക്കി. അപ്പോൾ അതിന് മനസ്സിലായി NCERTയുടെ പുറത്തുനിന്ന് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നെ എവിടുന്ന് പഠിച്ചാലും പറ്റത്തില്ലാത്ത രീതിയിൽ എവിടുന്നേലും അവർക്ക് ചോദിക്കും. അപ്പോൾ അതായത് നമ്മളിപ്പോൾ എക്സ്ട്രാ കവർ ചെയ്താൽ ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും, ബട്ട് അത് അവർ ഒരു എന്താ പറയുക, ഒരു സിലബസ് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു രീതിയിലും ബന്ധമില്ലാത്ത രീതിയിൽ ചോദിച്ചാൽ ഏത് ബുക്ക് കവർ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അപ്പം നമ്മൾ മനസ്സിലാക്കും NCERT നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം. കാരണം പുറത്തുനിന്ന് പഠിക്കുന്ന അതിപ്പം അത് മനസ്സിലാക്കാതെ ഒരു കുട്ടി പുറത്തുനിന്നുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു എന്ന് വെച്ച് എല്ലാ പുറത്തുനിന്നുള്ള ബുക്സും കവർ ചെയ്യാൻ പോയാൽ ഈസിയായിട്ട് സ്കോർ ചെയ്യുന്നത് ആകാൻ സമ്മതിച്ചു, പക്ഷേ ആവശ്യമില്ലാത്ത സമയം പോയി. പിന്നെ NCERT പഠിച്ചാൽ ഓർത്തിരിക്കണമെന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കി ഒരു കുട്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് NCERT നല്ല രീതിയിൽ കവർ ചെയ്യുക, തറവായിട്ട് കവർ ചെയ്യുക. അതിനുശേഷം ഈ എക്സ്ട്രാ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ചിലതൊക്കെ കൂടുതലും അതിൻ്റെ ഒരു മെജോറിറ്റിയും ചില ബുക്സിൽ നിന്ന് വരുന്നതായിട്ട് ഇത് അനലൈസ് ചെയ്യുന്ന കുറേ പേര് കാണും. ഓബിയസ്ലി ഇത് ഓൾറെഡി എക്സാമാണ്. ഇപ്പോൾ JEE പറഞ്ഞാൽ ഇപ്പോൾ വേറെ എന്ത് എക്സാം ആണെങ്കിലും അത് അനലൈസ് ചെയ്യുന്ന ആൾക്കാർ കാണും. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇനോർഗാനിക്കിന് JDD എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഇപ്പോൾ NCERT പക്കായിട്ട് കവർ ചെയ്താൽ ആ ബുക്കിൽ നിന്ന് കവർ ചെയ്യുന്നത് വെച്ച് അത് ആ ബുക്കും കൂടെ എക്സ്ട്രാ കുറച്ചൊക്കെ നോക്കി വിട്ടാൽ, ഇപ്പോൾ അതും എല്ലാം ഒന്നും ആ ബുക്കിൽ നോക്കണ്ട, NCERTയിലുള്ള ടോപ്പിക്സിൻ്റെ തന്നെ നോക്കി വിട്ടാൽ ഇനോർഗാനിക്ക് പക്ക നല്ല രീതിയിൽ കവർ. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്താണ്, അതായത് എക്സ്ട്രാ ആയിട്ട് കുറച്ച് ചോദിക്കും. അതും എക്സാമിൻ്റെ ടാക്ടിക്സാണ്. ഇപ്പോൾ നമ്മളൊരു യുദ്ധത്തിന് മുമ്പ് അതിൻ്റെതായ തന്ത്രങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ എക്സാമിൻ്റെ ടാക്ടിക്സ് ആണ്. അതായത് എക്സ്ട്രാ ആയിട്ട് കുറച്ച് ചോദിക്കും. മറ്റേ മെജോറിറ്റിയും NCERT എക്സ്ട്രാ ആയിട്ടുള്ളത് ഫുൾ കവർ ചെയ്യാൻ പോയാൽ ഒരു കാലത്ത് തീരത്തില്ല. അപ്പോൾ അതിൻ്റെ പുറകെ നടക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ ആവശ്യമില്ലാത്ത സമയം പോകും. അത് സ്മാർട്ടായിട്ടുള്ളൊരു മൂവ് അല്ല. അപ്പം NCERT പക്കായിട്ട് കവർ ചെയ്യുക. അപ്പം അത് എക്സ്ട്രാ ആയിട്ട് കവർ ചെയ്ത് ചെറുക്കൻ ചിലപ്പം വ്യക്തി ചിലപ്പം നേരത്തെ NCERT പഠിച്ചത് മറന്നു പോകാം. പിന്നെ ബാക്കി സബ്ജക്റ്റ് കവർ ചെയ്യാനുള്ള സമയം പോകും. അപ്പോൾ ഓവറോൾ ഒരു നഷ്ടമാണ്. സോ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഓരോ സബ്ജക്റ്റ് വൈസ്, ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻസ് ടോപ്പിക് വൈസ് ഡിഫറൻസ് ഉണ്ട് പഠിക്കേണ്ട എങ്ങനെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഇനോർഗാനിക് കെമിസ്ട്രി പറഞ്ഞു. പിന്നെ ഫിസിക്കൽ പറയുകയാണെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ലോജിക്കിന് പറയാൻ പോയാൽ മനസ്സിലാകത്തില്ല. കാരണം ചിലതൊക്കെ അവർ ആ ഒരു മെത്തേഡ് ഇത് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു, അത് ശരിയാണ്, അങ്ങനെ എടുത്ത് ചില ലാസ്റ്റ് റിസൾട്ട് വരും. അതിൽ വലിയ ലോജിക്കിനും ചിലപ്പോൾ തോന്നും. ഇപ്പോൾ ബേസിക്കലി ഈ ഫിസിക്കലിൽ ലാസ്റ്റ് വന്നിരുന്ന റിസൾട്ട്സ് എല്ലാം മകപ്പ് ചെയ്യുക, ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക. അത് ആ ഫിസിക്കലിന് ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുക. ആ പഠിച്ച ആ ബൈ ഹാർട്ട് ചെയ്ത സാധനങ്ങൾ നമ്മുടെ ഒരു പാട്ടാകുന്ന രീതിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഉപയോഗിച്ച് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ശീലമാക്കുക. അത് ആ ഫിസിക്കൽ വരിക. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യണം, നല്ല രീതിയിൽ മനസ്സിലാക്കുക വേണം. അതായത് പഠിക്കുന്ന കാര്യം മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകാതെ കുറേ പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല, ഒന്നും കിട്ടത്തില്ല, 0 പോകത്തേ ഉള്ളൂ. പഠിക്കുന്ന കാര്യം വ്യക്തമായിട്ട് തീർക്കുക. പിന്നെ സമയം എടുക്കുന്ന കാര്യമാണെന്ന് തോന്നുവാണെങ്കിൽ 1/3 ഉള്ളൂ. ഇനോർഗാനിക്കിന് അത്രയും പെട്ടെന്ന് തീർക്കാൻ സാധിക്കുന്നില്ല. ഡിപ്പെൻസ് ആണ് നമ്മുടെ ബസ്. ഇപ്പോൾ എനിക്ക് അത്ര പെട്ടെന്ന് തീരും തോന്നുന്നില്ലായിരുന്നു. ഇപ്പം തീർക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് സമയം എടുത്ത് കൂടുതൽ സ്കോർ ചെയ്യാം. അതായത് നമ്മുടെ അറ്റ് നമ്മുടെ ലക്ഷ്യം എന്താണ്, ഇത് മുഴുവൻ പഠിച്ചു തീർക്കുക എന്നത് പറ്റുവാണെങ്കിൽ വെരി ഗുഡ്. പക്ഷേ പറ്റുന്നില്ലെങ്കിൽ എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. സോ അതിനനുസരിച്ച് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുക. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാനിപ്പം കെമിസ്ട്രിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു പോകുന്നു. മാത്സ് ആണെങ്കിലും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, PYQs നോക്കുക, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഫിസിക്സ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് തിയറി കവർ ചെയ്യണം, നല്ല രീതിയിൽ തിയറി കവർ ചെയ്തിട്ട് ഞാനിപ്പം ഇവിടെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. തോട്ട് പ്രോസസ് ഉണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കുക.
അതിൽ തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു, തെറ്റ് ചെയ്ത് ശരിയിലേക്ക് പോകാൻ എങ്ങനെ ചിന്തിക്കണമായിരുന്നു, അത് കുറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ശരിയായ രീതിയിലുള്ള ചിന്ത വന്നോളും. പിന്നെ തെറ്റായിട്ടുള്ള ഒരു ആൻസർ പോലും കിട്ടിയില്ല, എങ്ങനെയാണ് തുടങ്ങേണ്ടത് മനസ്സിലായില്ലെങ്കിൽ തിയറി കവർ ആയിട്ടില്ല, പ്രോപ്പറായിട്ട് ഫിസിക്സ് ഒക്കെ ആവുമ്പോൾ തിയറി നന്നായിട്ട് കവർ ചെയ്യുക, എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഹായ് ചേട്ടാ, ഗുഡ് ആഫ്റ്റർനൂൺ. പേര് ഇന്ദ്രജിത്ത്. ചേട്ടൻ എങ്ങനെ ഈ ഒളിമ്പിയാഡ്സിനൊക്കെ പ്രിപ്പയർ ചെയ്തത്? ഓക്കെ, വളരെ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ലൈക്ക് ഒളിമ്പിയാഡ്സിനുള്ള പ്രിപ്പറേഷൻസ്. കാരണം അഡ്വാൻസ്ഡ് ഓൾമോസ്റ്റ് ഈക്വലി നിൽക്കുന്ന ലെവലിലാണ് ഒളിമ്പിയാഡ്സിനൊക്കെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നിങ്ങൾ അഡ്വാൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഒളിമ്പിയാഡ് എഴുതുന്ന വളരെ വളരെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നീറ്റിൽ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആണ് ഒളിമ്പിയാഡ്സ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇപ്പോൾ അഡ്വാൻസ്ഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എക്സ്ട്രാ ആയിട്ട് അഡ്വാൻസിൻ്റെ സെയിം രീതിയിലാണ് ഞാൻ പോയത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞ പോലെ കൂടുതൽ ടഫ്, ഇപ്പം അഡ്വാൻസ്ഡ് 1 ആണെന്ന് വെച്ചു, ഒളിമ്പിയാഡ്സിന് അത് 1.5 ആയിരിക്കും ഡിഫിക്കൽട്ടി വരിക. അപ്പോൾ അഡ്വാൻസ്ഡിന് ഫസ്റ്റ് ഇയർ എനിക്ക് ഒളിമ്പിയാഡ് ചെയ്തപ്പോൾ നല്ല ടഫായിരുന്നു. ലൈക്ക് ഞാൻ പറഞ്ഞില്ല, ആ ഒരു പ്രോസസ്സിൽ നമ്മൾ 0.75 കയറി വരുന്ന സമയമാണ്, നല്ല ടഫായിരുന്നു. സെക്കൻഡ് ഇയർ എഴുതിയപ്പോൾ അത്യാവശ്യം ഡൂബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ലൈക്ക് ഞാൻ ഇപ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിച്ച പല മെത്തേഡ്സ് അഡ്വാൻസിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ ചില ആദ്യ പാർട്സ് ഉണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പാർട്സ്, അതിൻ്റെ ഇൻപുട്ട് കൊടുത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരെ ഒളിമ്പിയാഡ്സിന് സെയിം വരുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം അത് പുതിയതായിട്ട് വരുന്നൊരു കുട്ടിക്ക് അത് ടഫാണ്. അപ്പോൾ നമുക്കത് അഡ്വാൻസിന് വേണ്ടി പഠിച്ചതുകൊണ്ട് എനിക്കത് എളുപ്പമായിരുന്നു. ജസ്റ്റ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് തോന്നുന്നു എനിക്ക് സെക്കൻഡ് ഇയർ അത്യാവശ്യം എളുപ്പമായിട്ടാണ് തോന്നി. ബേസിക്കലി ഇത്ര ഉള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ ഡിഫിക്കൽട്ടി ലെവലിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഒളിമ്പിയാഡൊക്കെ ആകുമ്പോൾ നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. അഡ്വാൻസ് 1 ആണെങ്കിൽ ഒളിമ്പിയാഡ്സിനൊക്കെ 1.5 അതിൻ്റെ മേളിലൊക്കെ വരത്തുള്ളൂ ഡിഫിക്കൽട്ടി എന്ന് പറയാം. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഇപ്പം ടാലൻ്റ് അങ്ങനെയല്ല, ലൈക്ക് ഓരോരുത്തർക്ക് ഡിപ്പെൻസ് ആണ്. ഇപ്പം ഡിഫറൻസസ് ഉണ്ട്, വലിയ ഡിഫറൻസസ് അല്ല, ഒട്ടും വലിയ ഡിഫറൻസസ് അല്ല. അതായത് ഇപ്പോൾ നീറ്റിനൊക്കെ ആണെങ്കിൽ ഒരു മാർക്കിന് ഒരു ഡിഫറൻസും ഇല്ലെങ്കിൽ തന്നെ റാങ്കിലുള്ള ഡിഫറൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. സോ മൈനർ ഡിഫറൻസസ് തന്നെ ഭയങ്കര എഫക്റ്റ് വരും ഈ റാങ്കിലും ക്വാളിഫിക്കേഷനിലും. അപ്പോൾ അത് കാരണമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ചിലർക്ക് കിട്ടാത്തതും ചിലർക്ക് കിട്ടുന്നതെന്ന്. അല്ലാതെ നിങ്ങൾ ടാലന്റ് വൈസ് ഡിഫറൻസ് ഉണ്ടെന്നോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഫസ്റ്റ് ഇയർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴോ അല്ലെ 10th അറ്റൻഡ് ചെയ്യുമ്പോഴോ അല്ലെ ഇപ്പോഴത്തെ കഴിഞ്ഞല്ലോ, ഇപ്പോൾ 10th അല്ലെ ഇപ്പോൾ 8 പഠിക്കുന്ന 9th അറ്റൻഡ് ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതും ചിലർക്ക് കിട്ടുകയും ചെയ്തെങ്കിൽ അവർ നിങ്ങൾ തമ്മിൽ വലിയ ബുദ്ധിജീവികളാണ്, നിങ്ങൾക്ക് സാധിക്കുന്നില്ല, അങ്ങനെ ഒരു ചിന്തയെ വേണ്ട. ലൈക്ക് മൈനർ ആയിട്ടുള്ള ഡിഫറൻസസ് ആണ് ഇതിൽ വളരെ വലിയ ഡിഫറൻസസ് റാങ്കിലൊക്കെ വരുത്തുന്നത്. ബേസിക്കലി നിങ്ങൾ എല്ലാവരും സെയിം ആണ്, ജസ്റ്റ് പയ്യെ പോവുക, പേഷ്യൻ്റ് ആയിട്ട് പോവുക, ഒരിക്കലും ഡിസാർട്ടൻ്റ് ആകരുത്, പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തർക്ക് ഈ 0.75 1.5 എത്താനുള്ള സമയം ഡിഫറെൻ്റ് ആണ്. അപ്പം അത് നേരത്തെ എത്തുന്നവർ നേരത്തെ അത് ക്വാളിഫൈ ചെയ്യും. ഇപ്പം ഞാൻ 11 ഞാൻ 12 ക്വാളിഫൈ ചെയ്തത്. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് ടഫായിട്ടുള്ള ചെയ്ത് പോവുക, കൂടുതൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസും പരിചയം ഉണ്ടാകുമ്പോൾ ക്വാളിഫൈ ചെയ്യാന്നുള്ളൂ. കൂടുതൽ ടഫായിരിക്കും ഒളിമ്പിയാഡ്സ്, അത്രേ ഉള്ളൂ. പിന്നെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ അതിൽ എളുപ്പമുള്ളതായിട്ട് നിങ്ങൾക്ക് അഡ്വാൻസ് തോന്നും. അങ്ങനെ വരുമ്പോൾ അഡ്വാൻസ് എളുപ്പമായിട്ട് തോന്നും. ഇപ്പം നീറ്റ് എഴുതുന്നവർക്ക് നീറ്റ് എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ ഓരോ ഒളിമ്പിയാഡ്സിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഒരു പ്രാവശ്യം കിട്ടിയെന്ന് വെച്ച് ഡിസാർട്ടൻ്റ് ആകേണ്ട, കാരണം നല്ല ടഫാണ്. അത് അതിൽ ഡിഫറൻസസ് ഭയങ്കര സ്മോൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസസ് നിങ്ങൾ ടാലന്റ് വൈസ് വരത്തുള്ളൂ. അത് റാങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്ന വളരെ ഹ്യൂജ് ആയിട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ മുന്നോട്ട് എപ്പോഴും വർക്ക് ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ഇപ്പോൾ പരീക്ഷ എഴുതുന്നില്ലേ ആഴ്ച തോറും? എഴുതുന്നില്ലേ? അയ്യോ എഴുതുന്നില്ലേ? ഞാൻ പിന്നെ എനിക്ക് മനസ്സിലാവുന്ന കേൾക്കുന്നില്ലല്ലോ, ഞാനൊന്നും എഴുതുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷ എഴുതുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് പരീക്ഷ എഴുതുമ്പോഴുള്ള ബുദ്ധിമുട്ട്? എന്താ? ആൻസൈറ്റിയോ ടെൻഷനോ? ആർക്കാ ടെൻഷൻ ഈ പ്രായത്തില്? ആൻസൈറ്റിയും ടെൻഷനൊക്കെ തോന്നുന്നുണ്ട്, ഒരു ഡിഫിക്കൽറ്റി തോന്നുന്നുണ്ട് അല്ലേ? അത് എങ്ങനെയാണ് ആഷിക്കേട്ടന് ഉണ്ടായിരുന്നു എങ്കിൽ അതെങ്ങനെയാണ് ആഷിക്ക് ഓവർകം ചെയ്തതെന്ന് പറഞ്ഞു തരും കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഈ റിപ്പീറ്റേഴ്സിന് പോലും ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പ്രശ്നം ടൈം മാനേജ്മെന്റ് ആണ്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികളുമായിട്ട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും. നിങ്ങളത് ഇപ്പോഴേ ചോദിച്ചു എങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളത് ഇപ്പോഴേ തന്നെ ശ്രമിക്കണം. കാരണം ഏറ്റവും ബേസ്, നമ്മുടെ ബേസ്മെന്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മുടെ ബിൽഡിംഗ് മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഈ റിപ്പീറ്റേഴ്സിന് വരുന്ന പല കുട്ടികൾ പോലും ഏറ്റവും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം ടൈം മാനേജ്മെന്റ് ആണ്. ഒരുപക്ഷെ ഇവര് ഈ റിസൾട്ടുമായിട്ട് നിൽക്കുന്നവർക്ക് അതിനെക്കുറിച്ച് ഞങ്ങളെക്കാളും നന്നായിട്ട്, ഇപ്പം ഞങ്ങൾ പറഞ്ഞു തരുന്നതിനേക്കാളും നിങ്ങൾ വിചാരിക്കും ടീച്ചേഴ്സ് അവർക്ക് മാനേജ് ചെയ്യാൻ അറിയാം, പക്ഷെ മാനേജ് ചെയ്ത ഒരാളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ആഷിക് ചേട്ടൻ ഈ 2 കാര്യങ്ങളും ഇപ്പൊ നിങ്ങളോട് പറയും. ടെൻഷൻ്റെ കാര്യം അതിനെപ്പറ്റി എനിക്ക് പറയാൻ വലിയ അർഹതയുള്ളതെന്ന് എനിക്ക് അറിയില്ല. കാരണം എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പം അർഹത ടെൻഷൻ ഉള്ളവർക്കാണല്ലോ അതെങ്ങനെയാണ് മറികടന്നതെന്ന് പറയാൻ പറ്റുക, അല്ലെ അതുണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്ന് പറയാൻ പറ്റും. സോ
അപ്പോൾ നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടാകാൻ നാച്ചുറൽ ആണ്. ലൈക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഇതിൽ റിസൾട്ട് കിട്ടുന്നതിനെ കുറിച്ച് നല്ല ആകാംക്ഷയുണ്ട്, ഇതിൻ്റെ എന്താ നടക്കുക എന്നുള്ളതിനെ പറ്റി അറിയാതിരിക്കുമ്പം അതിനെപ്പറ്റി കൺസേൺ ആവുന്നു, അത്രേ ഉള്ളൂ. അത് നാച്ചുറൽ ആണ്, അതിൽ തെറ്റുമില്ല. പിന്നെ പക്ഷേ ടെൻഷൻ അടിക്കുന്ന അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മളിപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു, പക്ഷേ വേറൊരു വ്യക്തി അത്ര നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തില്ല, ബട്ട് അയാൾ കോൺഫിഡൻ്റ് ആണ്, അയാൾക്ക് ഒട്ടും ടെൻഷനില്ല. അങ്ങനെ വരുമ്പോൾ അയാളുടെ മൈൻഡ് ഇച്ചിരി കൂടെ ക്ലിയർ ആയിരിക്കും, അയാൾക്ക് കാണാൻ പറ്റും മുന്നിലുള്ള കാര്യങ്ങൾ. ടെൻഷൻ അടിച്ച് പോയാൽ ഇപ്പം ഒരു ക്വസ്റ്റ്യനിൽ എന്താ വാല്യൂ വന്നിരുന്നത് 10 ആണെങ്കിൽ അത് 1 എന്നൊക്കെ ആയിരിക്കും കാണുന്നത്. ഐ മീൻ എനിക്ക് പറ്റിയിട്ടുണ്ട്, ഒബ്വിയസ്ലി എല്ലാവർക്കും പറ്റുന്നതാണ്, ഇടയ്ക്ക് പറ്റും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എന്താ പറയുക, ടെൻഷൻ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. ലൈക്ക് ഇപ്പം സ്റ്റുഡൻസ് എന്ന് പറയുന്നവരുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന പേരൻസ് ആണ്. സോ അവർ അതായത് ഇപ്പം നമ്മൾ മനുഷ്യർ ഓരോ സിറ്റുവേഷൻ റെസ്പോണ്ട് ചെയ്യുന്ന അവർക്ക് എങ്ങനെ അതിനെപ്പറ്റി ഫീൽ ചെയ്യുന്നു എന്നനുസരിച്ചാണ്. ലൈക്ക് ഇപ്പോൾ എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് പ്രശ്നം പറ്റിയ പ്രോബ്ലമാണ്, പ്രശ്നം പറ്റാൻ സാധ്യതയുണ്ട്, പ്രശ്നം പറ്റിയ ഹിസ്റ്ററി ഉണ്ട്. എനിക്ക് എക്സാംസിന് പോകുമ്പോൾ ഇങ്ങനെ ഒരു ശീലമുണ്ട്, എനിക്കിങ്ങനെ വരുന്നതാണ്, എനിക്കിങ്ങനെ വന്നിട്ടുണ്ട്, എനിക്കിനിയും വരാം, അങ്ങനെയൊക്കെ സ്റ്റുഡൻസിനുള്ള വിശ്വാസത്തിൽ നിന്നാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ പേരൻസ് അതെല്ലാം മാറ്റുക. ലൈക്ക് ബേസിക്കലി എന്ന് വെച്ചാൽ എക്സാമിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല എന്നല്ല, പക്ഷേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതെ, സപ്പോർട്ട് ചെയ്യുക, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് നീ നന്നായിട്ട് ചെയ്യും, നിനക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, നിന്നെ പോലെയാണ് എല്ലാവർക്കും ടെൻഷനുണ്ട്, മനുഷ്യരാണ് ടെൻഷനുണ്ട്, മനുഷ്യരാണ് പരീക്ഷ എഴുതുന്നത്. സോ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ പേരൻസ് കൂടെ ഉണ്ടെന്ന് അവരോട് പറയാം. പിന്നെ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക. ഇപ്പം ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ്? ടെൻഷൻ അടിച്ചാൽ നമ്മുടെ ബെസ്റ്റ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. എക്സാമിന് പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാം, അത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു എക്സാം എഴുതുമ്പോൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ നോക്കുക, നമ്മുടെ ബെസ്റ്റ് കൊടുക്കുന്നതിന് ശ്രദ്ധിക്കുക. നമ്മുടെ ബെസ്റ്റ് കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ ആകെയുള്ള ചിന്ത, അതായിരിക്കണം. അല്ലാതെ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തോ എക്സാമിന് കയറുമ്പോൾ, എക്സാമിന് മുമ്പ് നമ്മൾ ഇതിനെപ്പറ്റി പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ പഠിക്കുന്ന വെച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ റിസൾട്ട് എങ്ങനെയായിരിക്കും, നമുക്ക് എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അത് എക്സാമിന് മുമ്പ് നമ്മുടെ കൺസേൺ വേണ്ട കാര്യങ്ങളാണ്. എക്സാം എഴുതുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഇനി ഒറ്റ കാര്യം ചെയ്യാവുള്ളൂ, എക്സാമിന് നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക. എക്സാമിന് നമ്മൾ ബെസ്റ്റ് കൊടുക്കാൻ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. ടെൻഷൻ അടിച്ചാൽ അത് സാധിക്കത്തുമില്ല. ടെൻഷൻ അടിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഈ ബ്രില്യൻറ്റിലൊക്കെ പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അവർ കുറേ എക്സാംസ് നടത്തും. പിന്നെ ഇപ്പം എക്സാംസ് നടത്തുന്നതിൽ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ അത് ശീലമില്ലാത്ത കാര്യമല്ല. ഇപ്പം ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന എനിക്ക് ഒരു ടെൻഷൻ ഉണ്ട്, കാരണം അത് ഞാൻ ശീലമുള്ള കാര്യമല്ല. അതുപോലെ എക്സാംസ് എഴുതി ശീലമാവുകയാണെങ്കിൽ ആ ടെൻഷൻ വളരെ സാധാരണ രീതി നാച്ചുറലി കുറയേണ്ടതാണ്, അത് കുറയും. അപ്പോൾ ഈ ബ്രില്യൻറ്റിലെ പോലെ നിങ്ങൾ എക്സാംസ് അവർ നടത്തുന്നതെല്ലാം പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത് ഒരു സീരിയസ്നെസ് ഉണ്ട്. അതായത് ഫൈനൽ എക്സാം എഴുതുന്ന അതേ ഒരു ഫീൽഡിൽ എക്സാം എഴുതാൻ ബ്രില്യൻറ്റ് നടത്തുന്ന എല്ലാം എഴുതാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പയ്യെ ആ ടെൻഷൻ കുറഞ്ഞു വരും. ഉറപ്പായിട്ടും കുറഞ്ഞു വരും. എനിക്കൊക്കെ ഈ ഫൗണ്ടേഷനൊക്കെ ആയിരുന്നപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് എല്ലാ കുഞ്ഞ് എക്സാമിന് വരെ ഇവിടെ ഫൗണ്ടേഷനിൽ ഞാൻ 7 കെട്ടിലും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വീക്ക്ലി എക്സാമിന് വരെ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പം എഴുതാൻ ശരിയായിട്ടൊരു പ്രശ്നമില്ലായിരുന്നു, എഴുതാൻ പറ്റി. കാരണം പരിചയം പരിചയമാകുന്ന ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, അതിനെപ്പറ്റി നമ്മൾ കൺസേൺ ആകത്തില്ല, നാച്ചുറലി നടന്നോളൂ എന്ന് നമുക്കൊരു തോന്നൽ വരും. അപ്പം പരിചയമാണ്. അപ്പോൾ എക്സാംസ് ഒക്കെ കൂടുതലും ഇപ്പോൾ ടെൻഷൻ മാറാൻ വേണ്ടി മോക്ക് ടെസ്റ്റ് കൂടുതൽ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ഫൈനൽ എക്സാമിൻ്റെ അതേ ഒരു ഫീൽഡ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലത്തെ അതായത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താലേ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിൻ്റെ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സാംസ് എല്ലാം എഴുതുമ്പോൾ നിങ്ങളുടെ മാക്സിമം പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ റിസൾട്ടിനെ പറ്റി ആ എക്സാംസ് എഴുതുമ്പോഴും അതാണ് ഞാൻ പറഞ്ഞത്, റിസൾട്ടിനെ പറ്റി ശരിക്കുള്ള എക്സാമിൻ്റെ ഒന്നും കൺസേൺ ആണ്, പക്ഷെ പ്രിപ്പറേഷനിൽ കൺസേൺ ആണ്. പ്രിപ്പറേഷൻ്റെ എക്സാമിൻ്റെ സമയത്ത് ഈ എക്സാം തെറ്റിപ്പോയാൽ നിങ്ങളുടെ റാങ്ക് എത്രമാത്രം താഴെ പോകാം, അതിൻ്റെ എല്ലാം വേഴ്സ്റ്റ് കേസസ് ആലോചിച്ച് എക്സാം എഴുതിക്കും. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും വരത്തില്ല. അടുത്ത എക്സാം വരുമ്പോൾ അതിൻ്റെ വളരെ ചെറിയൊരു രീതിയിലുള്ള ഫീൽ നിങ്ങൾക്ക് വരത്തുള്ളൂ. അങ്ങനെ പരിചയം, അതായത് പ്രാക്ടീസ്, എല്ലാത്തിനും തന്നെ പ്രാക്ടീസാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, പിന്നെ സീരിയസ് ആയിട്ടെല്ലാം അറ്റൻഡ് ചെയ്യുക, പ്രിപ്പറേഷൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുക, പിന്നെ റിയൽ എക്സാം എഴുതുന്ന പോലെ തന്നെ അറ്റൻഡ് ചെയ്യുക. അത്രേ. ഒരു ദിവസം എത്ര സമയം വരെ ഇരുന്ന് പഠിക്കുമായിരുന്നു? രണ്ടാമത് സ്റ്റെനി സാർ പറഞ്ഞു പേരൻസിൻ്റെ നല്ല സപ്പോർട്ട് വേണം. പപ്പയും അമ്മയും എങ്ങനെയാണ് ആഷിഖിനെ സപ്പോർട്ട് ചെയ്തത്? അതൊക്കെ രീതി. ഇപ്പോൾ ഞാൻ ചാവറയിലാണ് പഠിച്ചത്. ഇപ്പം ക്ലാസ് 8 മണിക്ക് തുടങ്ങും. ഉച്ചവരെ സ്കൂളിൻ്റെ ക്ലാസ്സുണ്ട്. കാരണം ഇപ്പോൾ CBSE അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്. ഇങ്ങനെ ആ സമയത്ത് സ്കൂളിൻ്റെ സമയത്ത് എക്സ്ട്രാ ആയിട്ട് പറ്റത്തില്ല എന്നുണ്ട്. ഇപ്പോൾ സ്കൂള് പക്ഷേ അവർ ട്രൈ ചെയ്ത് മാക്സിമം ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാകാതിരിക്കാൻ സമയം മാനേജ് ചെയ്യാൻ എളുപ്പത്തിന് അവർ പറ്റുന്ന രീതിയിലെല്ലാം അറേഞ്ച്മെൻറ്റ്സ് നടത്തി.
എന്നാലും ഉച്ച കഴിഞ്ഞ് കുറച്ച് കൂടുതൽ ക്ലാസ്സസ് വേണ്ടി വരുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ എനിക്ക് ഇടയ്ക്കൊക്കെ അപ്പോൾ പിന്നെ അത് 5 മണിയായി. പിന്നെ ആദ്യം ഒരു കുറച്ച് സമയം എനിക്ക് 5 മണി വരെ 5:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ ഡേ സ്കോളറായിരുന്നു. അപ്പം ഡിപ്പെൻസ് ആണ്. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ ഞാൻ പെട്ടെന്ന് എത്തും. അപ്പം ലെറ്റ്സ് അസ്യൂം നമ്മളൊരു 6 മണി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒരു 7 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചോ പഠിക്കാൻ. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ച കാര്യം നോക്കണം, കുറച്ച് ക്വസ്റ്റ്യൻസ് അത് റിലേറ്റഡ് ചെയ്യണം. ഇതിന് തന്നെ ബേസിക്കലി ഒരു 3 hours എടുക്കുമെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. സോ അത്രയും ചെയ്ത് വരുമ്പോൾ തന്നെ 10 മണിയായി. ഒന്നും വേറൊന്നും ഇടയ്ക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ചെയ്യാനും കാണുമല്ലോ. പ്രാർത്ഥന പരിപാടി കഴിക്കണം, പിന്നെ എല്ലാ പറഞ്ഞ പോലെ ഇൻട്രാക്ഷൻസ് വേണം, ഫാമിലിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, പിന്നെ ഫ്രണ്ട്സുമായിട്ട് ഇപ്പോൾ അടുത്ത കുറച്ച് കുറയ്ക്കുക എന്നാലും ഇൻട്രാക്ഷൻസ് വരും. ഇപ്പോൾ ഒരു മണിക്കൂറേലും മിനിമം ഈ സംഭവങ്ങളെല്ലാം കൂടെ എടുത്താൽ എന്നാലും 11 മണിയാവും. ഞാൻ ഒരു 11:30 ആകുമ്പോൾ കിടക്കുമായിരുന്നു. സോ ഒരു കിടന്നാലും ഒരു 3 മണിക്കൂർ മാക്സിമം വൈകിട്ട് പറ്റത്തുള്ളൂ. രാവിലെ എഴുന്നേറ്റാൽ ഒരു 5:30 കഷ്ടിച്ചിരുന്നേറ്റാൽ 1 മണിക്കൂർ രാവിലെയും പറ്റത്തുള്ളൂ. അപ്പോൾ ടോട്ടലി അങ്ങനെ ഒരു വർക്കിംഗ് ഡേയിൽ 4 മണിക്കൂറേ കിട്ടത്തുള്ളൂ. അത് കുറവാണെന്നേ ഞാനും പറയത്തുള്ളൂ പഠിക്കുന്ന സെൽഫ് സ്റ്റഡിക്ക്. അതായത് ചെറുതായിട്ട് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് സെൽഫായിട്ട് നമ്മൾ ചെയ്യുന്ന കുറവാണ്. കാരണം ഇപ്പോൾ കോളേജിൽ ചെന്നാലും നമ്മുടെ ജീവിതത്തിൽ പിന്നങ്ങോട്ടാണെങ്കിലും നമുക്ക് സെൽഫായിട്ടുള്ള കാര്യത്തിന് ഇമ്പോർട്ടൻസ്. ബാക്കിയുള്ളവർ സഹായം നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ പിന്നങ്ങോട്ട് തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതിനാണ് ഇമ്പോർട്ടൻസ്. പിന്നെ ജെയ്ക്കൊക്കെ ആണെങ്കിലും അവരത് കൂടുതൽ അക്സസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവിടെ സെൽഫ് സ്റ്റഡിക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, ജെയ്ക്കാണെങ്കിലും നീറ്റിനാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് കൂട്ടേണ്ടതാണ്. അപ്പം പിന്നെ ലാസ്റ്റ് ആയിട്ട് എനിക്ക് കുറച്ചുകൂടി സമയം കിട്ടി. ലൈക്ക് ക്ലാസ് എല്ലാം തീർന്നു, ഫ്രീ ആയിരുന്നു. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ പഠിക്കാൻ പറ്റി. പിന്നെ ക്ലാസ് ഞാൻ പറഞ്ഞ പോലെ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ സെൽഫ് സ്റ്റഡിക്ക് ഒപ്പം ഈക്വലാണ്. കാരണം നമ്മൾ അതുപോലെയാണ് ചിന്തിക്കുന്നത്. ചിന്തിക്കുന്നത് അടുത്ത എന്താണ് നമ്മൾ നറേറ്റ് ചെയ്യുന്ന പോലെ ഈ ഇതെല്ലാം നടക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് അത് കൂടുതലും വരും. അപ്പോൾ അങ്ങനെ ചെയ്യുവാണ് ഞാൻ പറഞ്ഞത്. അപ്പം നോർമൽ വർക്കിംഗ് ഡേയിൽ എനിക്ക് 4 hours ഒക്കെ കിട്ടിയുള്ളൂ. അല്ലാത്ത ദിവസം ഫ്രീ ആണെങ്കിൽ വീട്ടിൽ ഇപ്പോൾ ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ ആണ്. ഞാനൊരു 10 മണിക്കൂറൊക്കെ പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു. പറ്റുന്നത്രയും പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കുന്ന സമയത്തെല്ലാം പഠിക്കുന്നതിൽ തന്നെ ശ്രമിക്കുക. പിന്നെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുവാണെങ്കിലും ചെയ്യാം. അത്ര ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇവിടെ ഉള്ള നിങ്ങളെയൊക്കെ കാണുമ്പോൾ എൻ്റെ അമ്മേനെ ഓർമ്മ വരുന്നത്. ലൈക്ക് എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ ഫൗണ്ടേഷനിലൊക്കെ ഡാഡി സപ്പോർട്ട് ചെയ്യുന്നത്. ലൈക്ക് പക്ഷേ ഞാൻ പറഞ്ഞത് അമ്മയെന്ന് പറഞ്ഞാൽ ലൈക്ക് ചിലപ്പോൾ എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാ പരിപാടി ഉണ്ടെങ്കിലും എനിക്കൊരു അമ്മയ്ക്ക് തോന്നുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ആയിട്ട് കിട്ടും, കുറേ സമയം ഉണ്ടെങ്കിലും അമ്മ എന്നെ വലിച്ചോണ്ട് പോകുമായിരുന്നു. സോ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് തന്നെയാണ് ലൈക്ക് നിങ്ങൾ അവരോട് അവരുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കുക, അവർക്ക് വേണ്ടി കാണിക്കുന്നുണ്ട്, നിങ്ങൾ അതിനുവേണ്ടി സമയം ചിലവാക്കുന്നുണ്ട്. അത് തന്നെയാണ്, അത്രേ ഉള്ളൂ. ലൈക്ക് പിന്നെ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞാൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചിലപ്പോൾ തോന്നും. അതിന് മാത്രം അങ്ങോട്ട് കയറാതിരിക്കുന്നതാണ് ബെസ്റ്റ്. അതിന് നിങ്ങൾ എല്ലാം ഇവിടെ കുറവാണെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. സോ നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ അവരോട് കാര്യങ്ങൾ ചോദിക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഓരോ ഇൻഡിവിജ്വലും യുണീക്കാണ്. ഇപ്പം ജനറലി ഞാൻ പറയുന്ന പോലെ അല്ല നിങ്ങളുടെ കുട്ടിയുടെ ശീലങ്ങൾ അത് നിങ്ങൾക്കാണ് കൂടുതൽ അറിയാതെ. അപ്പം അതിനനുസരിച്ച് അവരോട് സംസാരിക്കുക. ഇപ്പോൾ അവർക്ക് കൂടുതൽ അങ്ങനെ വലിയ ഇൻട്രാക്ഷൻസ് ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് തന്നെ പഠിക്കുന്ന കൂടുതൽ ഇഷ്ടമെങ്കിൽ അത് കൊടുക്കുക. പിന്നെ അപ്പം ഡാഡി സപ്പോർട്ട് എന്ന് ഉദ്ദേശിച്ചത് അവർക്ക് എന്താണോ ആവശ്യം അത് കൊടുക്കുക. അപ്പം അവരെ എപ്പോഴും ചോദിച്ച് ചിലർ ഇപ്പം ജോർജ് സാറൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ചില സ്റ്റുഡൻസ് വിളിച്ച് ജോർജ് സാറിനോടൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് മീറ്റിംഗ്സ് ആണ് ജോർജ് സാറിൻ്റെ. അപ്പോൾ ജോർജ് സാർ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില സ്റ്റുഡൻസ് ഒക്കെ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് ലൈക്ക് വീട്ടുകാർ എപ്പോഴും ചോദിക്കുക, എപ്പോഴും സ്ട്രെസ്സാണ്, ലൈക്ക് എന്താ ഈ റിസൾട്ട് ഇത്രയും കുറഞ്ഞോ അങ്ങനെ. അപ്പം ഓരോ സ്റ്റുഡൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ആ കുട്ടിക്ക് ആവശ്യമായത് എന്താണോ അത് നൽകാൻ ശ്രമിക്കുക. അത് നൽകാൻ ശ്രമിക്കുന്നതിനാണ് സപ്പോർട്ട് എന്നാണ് ആ ഒരു രീതി. ചേട്ടാ ഈ 9th ആ ഒരു ടൈമിൽ ബ്രില്യൻറ്റിൽ നമ്മുടെ ആ ബുക്സ് റീസൺസിൻ്റെ ആ ബുക്ക് മാത്രമാണോ നോക്കിയിരുന്നത്, അതോ പുറത്തുനിന്ന് വേറെ വല്ല ബുക്ക് പ്രാക്ടീസ് ചെയ്യുന്നത്? ഓക്കെ, സത്യം പറഞ്ഞാൽ ബ്രില്യൻറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ബുക്ക് വളരെ നല്ല ബുക്സാണ്. ലൈക്ക് 11th 12th എന്നുള്ള ഞാൻ പഠിച്ചപ്പോൾ 11th 12th എന്നുള്ള നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കും ഉണ്ടായിരിക്കുമല്ലോ, ഉണ്ട്. അപ്പം അത് തന്നെ ധാരാളമാണ്. അത് പ്രോപ്പറായിട്ട് കവർ ചെയ്താൽ നല്ലതാണ്. ശരിക്കും ഞാൻ പറഞ്ഞ പോലെ 11th 12th 8, 9, 10 പഠിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ടീച്ചേഴ്സ് അവരുടെ ബെസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട് ഇത് അവരുടെ തലയിൽ കയറ്റാൻ. എന്നാലും നമുക്ക് ഗ്രാസ്പ് ചെയ്യാവുന്നതിന് ലിമിറ്റ് ഉണ്ടല്ലോ. പക്ഷേ അപ്പം ഓണസ്റ്റ്ലി പറഞ്ഞാൽ എനിക്കപ്പം ഒരു തൃപ്തി തോന്നിയില്ല. ലൈക്ക് കാരണം അറ്റത്തും എന്നൊക്കെ ആ ബുക്കിൽ എടുത്തിട്ട് അപ്പോൾ ടീച്ചേഴ്സ് അവരുടെ ബെസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട് കവർ ചെയ്യാൻ. അപ്പം ഞാൻ 9th ചുമ്മാ ഒരു ഫീൽ കയറിയിട്ട് ചുമ്മാ NCERT എടുത്ത് വായിക്കായിരുന്നു 11, 12 ഞാൻ ബയോളജിയുടെ NCERT ഒക്കെയാണ് കൂടുതലും വായിച്ചത്. 11, 12 എന്തിനാണോ എന്നിട്ട് എടുത്ത് ബയോ പഠിച്ചു പോയില്ല. അതായത് ഇപ്പം എന്തെങ്കിലും എക്സ്ട്രാ 8, 9 വായിച്ചോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നേക്കുന്ന തന്നെ പ്രോപ്പറായിട്ട് കവർ ചെയ്താൽ മതി. പിന്നെ കവർ ചെയ്യാൻ എന്താ പറയുക ബാക്ക് ഹിസ്റ്ററി കുറച്ചുകൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയത് ഞാൻ ചുമ്മാ 11 NCERT എടുത്ത് വായിച്ചായിരുന്നു.
അതൊക്കെ മാത്സ് അതിന് മേലോട്ടൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 8-ലോ 9-ലൊക്കെ 11-12 നല്ല കൂടുതൽ ഇൻറ്റൻസീവ് ആയിട്ട് പഠിക്കണം, കൂടുതൽ ബുക്സ് കവർ ചെയ്യണം ഒബിയസ്ലി. പക്ഷേ 8-ലോ 9-ലൊക്കെ നിങ്ങൾക്ക് ബ്രില്യൻ്റ് ഫൗണ്ടേഷനിൽ തരുന്നതിനെ പ്രോപ്പറായിട്ട് കവർ ചെയ്തെന്ന് പോയാൽ മതി. ഇപ്പം NCERT പറയുന്നത് നമ്മൾ എടുക്കേണ്ട ആവശ്യം പോയില്ല. കാരണം ഇപ്പോൾ വളരെ നല്ല രീതിയിൽ അവർ പറയുന്നത് എല്ലാം മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് 11-12 പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ അവർ തരുന്നതെല്ലാം. സോ പിന്നെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഓബിയസ്ലി. 8-ലോ 9-ലോ സ്കൂളിൽ പഠിപ്പിക്കാത്തത് ചില ബുദ്ധിമുട്ട് തോന്നാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ പറ്റുന്ന പോലെ കവർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്കിപ്പം ഇന്റർനെറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ എവിടെ നിന്നാലും കിട്ടാമല്ലോ. സോ ഇന്റർനെറ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബുക്സ് എവിടെ നിന്നെങ്കിലും എടുക്കുക, അത്രേ ഉള്ളൂ. ചേട്ടാ ഈ ജെഇ മെയിന് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? ജെഇ മെയിനോ? ആ ജെഇ മെയിന് 90 ക്വസ്റ്റ്യൻസ്. 90 ക്വസ്റ്റ്യനോ? അതിൽ നിന്ന് 75 എഴുതണം ജെഇ മെയിന്. 75? ആ. അപ്പോൾ ഒരു വിഷയത്തിൽ നിന്ന് എത്ര ചോദ്യം ഉണ്ട്? ഒരു വിഷയത്തിൽ 30 ചോദ്യം, അതിൽ നിന്ന് 25 എഴുതണം. 25 എഴുതുന്നു. ഓക്കെ. അപ്പോൾ ജെഇ അഡ്വാൻസിന് എപ്പോഴും നിലനിൽക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടോ? ഇല്ലില്ല, ഒന്നുമില്ല. ഒന്നും പറയാൻ പറ്റത്തില്ല. മാർക്ക് പറയാൻ പറ്റത്തില്ല, ടോട്ടൽ ക്വസ്റ്റ്യൻസ് പറയാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ടോട്ടൽ മാർക്കും ഓരോ വർഷം ചേഞ്ച് ചെയ്യും? ഓരോ വർഷം ചേഞ്ച് ചെയ്യാൻ. കഴിഞ്ഞ 2 വർഷം വലിയ ചേഞ്ച് വന്നില്ല. 22-ലും 1-ലും ഞങ്ങളുടെ വർഷം മാർക്കിന് ചേഞ്ച് വന്നില്ല, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന് മാറ്റം വന്നു. അതിന് മുമ്പത്തെ വർഷം 54 ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഞങ്ങൾക്ക് 51 ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. അപ്പോൾ സിലബസ് അവർ അത് മാറ്റം വരും. ഞങ്ങളുടെ വർഷം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് മാറ്റം വന്നായിരുന്നു. ചെറുതായിട്ട് മൈനർ ചേഞ്ചസ് വരത്തുള്ളൂ. മോസ്റ്റ്ലി ബേസിക്കലി NCERT നല്ല മാറ്റം വരും. ചേട്ടാ ഈ PPT he got selected in ISI and CMI എഴുതിയിട്ടുണ്ട്. ISI ഉം CMI എന്താ? ISI ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും CMI ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അവർ അവിടേക്കുള്ള എൻട്രൻസസ് എന്ന് പറഞ്ഞാൽ അത് വളരെ നമ്മൾ ഈ IITs പറയുന്നതിന് ഈക്വലി എന്താ പറയുക പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ISI CMI എന്നൊക്കെ പറയുന്നത്. ISIയിലെ പഠിച്ചിറങ്ങുന്നവരാണ് വളരെ ഹൈ പേയിങ് ആയിട്ടുള്ള ഗവൺമെന്റ് ജോബ്സും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും അങ്ങനത്തെ പരിപാടികളെല്ലാം നടത്തുന്നവരൊക്കെ. അത് അവിടെ കിട്ടാൻ ഭയങ്കര ടഫുമാണ്. അതായത് അതിന് സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. നമ്മൾ ഈ മാത്സ് ഒളിമ്പിയാഡൊക്കെ കവർ ചെയ്താൽ അവരുടെ ഇന്റർവ്യൂവിലേക്ക് നേരിട്ട് അവരെ സെലക്ട് ചെയ്യും. പക്ഷെ എന്നാലും ഒരു സെപ്പറേറ്റ് എൻട്രൻസും ഉണ്ട്, ഒരു എക്സാം ഉണ്ട്. ഞാൻ ആ 2 എക്സാം എഴുതിയായിരുന്നു, അത് ക്ലിയർ ചെയ്തായിരുന്നു. അതാ അവർ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം അത് കഴിഞ്ഞും നല്ല രീതിയിൽ സ്ക്രീനിങ് ആണ്. ഞാൻ ആ എക്സാം കവർ ചെയ്തിട്ട് പിന്നെ ഇന്റർവ്യൂവിന് അവിടെ ചെല്ലണമായിരുന്നു. സോ ഞാൻ അത് പോയില്ല. ലൈക്ക് ISI ബാംഗ്ലൂരിലായിരുന്നു തോന്നുന്നു എനിക്ക് കിട്ടിയത്. ബാംഗ്ലൂരോ കൊൽക്കട്ടയായിരുന്നു. CMIക്ക് ആണെങ്കിൽ ചെന്നൈ പോകണം. അപ്പം ഞാൻ എന്തായാലും IITയിലായിരുന്നു പോകുന്നത്. സോ ഇന്റർവ്യൂവിന് പോയില്ല. പക്ഷെ ഇന്റർവ്യൂ കൂടെ വളരെ ടഫായിട്ടാണ് അവർ നടത്തുന്നത്. ലൈക്ക് IITയുടെ ഒപ്പം തന്നെ, അതായത് IITക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ പറയാൻ ടഫാണ് കൂടുതൽ. കാരണം ഇതിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതുപോലെ ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ അങ്ങോട്ടുള്ളത്. അതുപോലെ ഇപ്പം മാത്സിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പഠിക്കാനും ആഗ്രഹമെങ്കിൽ CMI ഒക്കെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ്. അവിടെയൊക്കെ നല്ല കോമ്പറ്റീറ്റീവാണ്. ലൈക്ക് ഒളിമ്പിയാഡ് ലെവലില് ഒരു പ്രിപ്പറേഷൻ നടത്തി വരുന്ന കുട്ടികൾക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പറഞ്ഞത്. ലൈക്ക് എൻ്റെ കൂടെ ക്വാളിഫൈ ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പം ഫ്രെഡിയെ എനിക്ക് അറിയാമെങ്കിൽ ലൈക്ക് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പം അവനും മാത്സ് താല്പര്യം ഉണ്ടായിരുന്നു. അവന് CMI കിട്ടിയതാണ്. പിന്നെ അവൻ പോയത് IIScയിലാണ്. അവൻ കാരണം പറഞ്ഞത് CMIയിൽ പോയാൽ കൂടുതലും ഒളിമ്പിയാഡ് ലെവൽ പ്രിപ്പറേഷൻസ് ചെറിയ ക്ലാസ് തൊട്ട് നടത്തി വന്ന കുട്ടികളായിരിക്കും. അതായത് അവന് പോലും അവിടെ നല്ല ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും എന്നുകൊണ്ടാണ് അവൻ എന്നോട് പറഞ്ഞത്. സോ CMI ISI CMI മാത്സിലാണേലും ISI സ്റ്റാറ്റിസ്റ്റിക്സിലാണേലും നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് ഉള്ള, നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ടോപ്പ് ലെവൽ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.